സ്റ്റാർട്ട് ചെയ്താലോ? ദൈവമേ ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. ദൈവമേ ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. വിദ്യയേകിടും ഈ വിദ്യാലയത്തെയും നേർവഴി കാട്ടുന്നോരധ്യാപകരെയും നീ തന്നതാമെൻ മാതാപിതാക്കളെയും നിന്നനുഗ്രഹത്താൽ നിത്യം നിറച്ചിടണമേ. ദൈവമേ ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. താങ്ക് യു. Hi, my dear teacher and my dear friends, all of you, good morning. ഞാൻ ഷൈമ. തോട്ട് ഞാനാ പറയണെന്ന് ഒരു ചെറിയ കഥയിലൂടെയാണ് ഞാൻ തോട്ട് പറയുന്നത് കേട്ടോ. തുടങ്ങാണ്. ഒരു കാക്ക അതിന്റെ ജീവിതം കാട്ടിൽ വളരെ സന്തോഷകരമായിട്ടായിരുന്നു ജീവിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ കാക്ക ഒരു ദിവസം ഒരു അരയന്നത്തെ കാണാനിടയായി. ആഹാ, എന്തു ഭംഗിയുള്ള ജീവി! ഇതായിരിക്കുമല്ലോ ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ പക്ഷി എന്ന് കാക്ക വിചാരിച്ചു. ഈ ഒരു കാര്യം പറയാനായി അരയന്നത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അത് പറഞ്ഞു, ഞാനും അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാക്ക തത്തയുടെ അടുത്തേക്ക് ചെന്നു. തത്തയെ കാണുന്നവരെ മാത്രമാണ് അരയന്ന അങ്ങനെ വിചാരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കാക്ക തത്തയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇതേ കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ തത്ത പറഞ്ഞു, ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് മയിലിനെ കാണുന്നത് വരെ. അങ്ങനെ ഈ കാക്ക മയിലിനെ തേടി ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ഒരിക്കൽ ഒരു സൂവിന്റെ മുകളിലൂടെ പറന്നപ്പോ അവിടെ അതാ ഒരു കൂട്ടിൽ മയിൽ. ഒരുപാട് ആളുകൾ അതിന്റെ ഭംഗി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആളുകളെല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞപ്പോ കാക്ക അതിന്റെ അടുത്ത് ചെന്ന് ഈ കാര്യം അവതരിപ്പിച്ചു. മയിൽ പറഞ്ഞു, ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ഈ ലോകത്തെ ഏറ്റവും സന്തോഷവതിയായിരിക്കുന്നത് ഞാനാണെന്നാണ്. പക്ഷേ എന്റെ ഭംഗി കാരണം ഞാൻ ഇവിടെ തടവറയിലാണ്. നീ ഇവിടെ ഒന്ന് നോക്ക്, എല്ലാ പക്ഷികളും ഇവിടെയുണ്ട്, പക്ഷെ കാക്ക മാത്രമില്ല. ചിലപ്പോൾ ഞാൻ വിചാരിക്കും കാക്കയായി ജനിച്ചിരുന്നെങ്കിൽ എന്ന്. എങ്കിൽ എനിക്ക് സ്വതന്ത്രനാകാമായിരുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ജീവിതത്തിൽ നമ്മളെക്കാൾ സൗഭാഗ്യം കൂടുതലുള്ളവരും കുറവുള്ളവരും ഉണ്ടാകും. പക്ഷെ ഉള്ളതിൽ വെച്ച് ഏറ്റവും സംതൃപ്തമായി ജീവിക്കാൻ സാധിക്കുന്നവൻ ആരോ അവനാണ് യഥാർത്ഥത്തിൽ സന്തുഷ്ടൻ. സോ ഓൾവേസ് ലൈഫ് ആൻഡ് ബി ഹാപ്പി. താങ്ക് യു മാം. സൈൻ പറയുന്ന ഞാൻ ചെറിയൊരു കവിതയുണ്ട്, മാത്രമേ ഉള്ളൂ. മാം വന്നു അല്ലേ? മാം കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കെന്നും ചെറുപ്പമല്ലേ. മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം. ഓക്കെ, നമ്മുടെ ഇന്ന് ക്ലാസ് എടുക്കുന്ന ജിഷ മാമിനും ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും. ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. സ്വന്തം കവിതയാണോ? സ്വന്തമല്ല മാം, അതിങ്ങനെ യൂട്യൂബിൽ നിന്നൊക്കെ എടുത്തതാണ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട്. നാളെ ഉണ്ടോ? നാളെ ക്ലാസ് ഉണ്ടോ?
ക്ലാസ് ഇല്ലല്ലോ. നിങ്ങക്ക് മെസ്സേജ് വന്നില്ല? ഇല്ല. നാളെ ക്ലാസ് ഇല്ല, ഞങ്ങക്ക് വർക്കിംഗ് അല്ല. സോ ദാറ്റ് മീൻസ് വർക്കിംഗ് ആയിരിക്കില്ലല്ലോ. മിസ് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല മാം, അതാ ഞാൻ ചോദിച്ചേ. മിസ് അതുപോലെ നാളെ നമ്മുടെ ഇവിടൊക്കെ ഓട്ടല്ലേ, അപ്പം ഓരോരുത്തർ അതിനായിട്ട് പോകല്ലോ, അപ്പൊ ക്ലാസ് അതെ, അറ്റൻഡ് അതെ. ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, അതുകൊണ്ട് ചോദിച്ചതാണ്. ക്ലാസ് ഇല്ല. മിസ് അതുപോലെ റെക്കോർഡ് താങ്ക് യു. പുസ്തകത്തില് പോസ്റ്റ് എന്താ പറയാ ഏതോ ഒരു പുസ്തകത്തില് പോസ്റ്റ് ഉണ്ടാവും എന്തോ പറഞ്ഞായിരുന്നില്ലേ മിസ്? നമുക്കത് കളക്ട് ചെയ്തിട്ട് ചെയ്യേണ്ടി വരൂല, ഒരെണ്ണത്തിൽ മാത്രം. റെക്കോർഡാണ് അത്. ലാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മോഡ്യൂൾ 1 പാർട്ട് 3 ഒക്കെ കഴിയാറാവുമ്പോഴേ ആ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് സാധാരണ ക്ലാസ്സുകളിൽ തരാറുള്ളൂ. അപ്പൊ അത് ലാസ്റ്റ് റെക്കോർഡാണത്. അല്ല, നമ്മളിപ്പോ റെക്കോർഡ് പുസ്തകം വാങ്ങിച്ച് 5 എണ്ണം കിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ അതിലൊന്നും ഒരു ഫോട്ടോസും ഇല്ല. നിങ്ങള് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങിച്ചാണോ? ആ ഓക്കെ ഓക്കെ. അത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബാച്ചിൽ അത് ഉണ്ടായിരുന്നു കാണില്ല. അടുത്ത ബാച്ച് തുടങ്ങി അത് എന്താ പറയാ റെക്കോർഡ് അത് പ്രൊവൈഡ് ചെയ്യുള്ളൂ. സാരമില്ല, ആ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് വരുന്ന ഒരു QR കോഡ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അത് നോക്കി പതുക്കെ ഒന്ന് കോപ്പി ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. മാം അതെ, കുട്ടികൾക്ക് ഇപ്പൊ ക്രിസ്മസ് വെക്കേഷൻ ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങൾക്ക് ഇതുപോലെ ഉണ്ടോ വെക്കേഷൻ? എന്താ ക്ലാസ് ഉണ്ടോ വെക്കേഷൻ? എത്ര ദിവസമാണെന്ന് എനിക്കറിയില്ല. 3-4 ഡേയ്സ് കാണുമായിരിക്കും. 11 ക്ലാസ് ഉണ്ടാകുമോ? ഓ, നിങ്ങൾക്ക് 11th അവിടെ ഇതല്ലേ വോട്ട്. അതൊന്ന് കൺഫേം ചെയ്യേണ്ടി വരും കേട്ടോ. അതൊന്ന് കൺഫേം ചെയ്യാം. ഓക്കെ ഓക്കെ. 9th 11 ആണ് പറഞ്ഞിരിക്കുന്ന അവധി എന്ന്, അതാ ചോദിച്ചത്. ബിസ്മിയെ മനസ്സിലായില്ല, എന്താണ്? 9-ാം തീയതിയും 11-ാം തീയതിയാണ് ഹോളിഡേ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ 11th കാര്യം അത് ചോദിക്കാം. കാരണം ഓക്കെ, മനസ്സിലായി. ഞാൻ ചോദിക്കട്ടോ. 11th എനിക്കറിയില്ല. 9th വർക്കിംഗ് അല്ല എന്നറിയാം. കാരണം ഞങ്ങൾ ടീച്ചേഴ്സിന് അന്ന് അവധിയാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി ക്ലാസ്സസ് ഉണ്ടാവില്ലല്ലോ. 11th കാര്യം ഒന്ന് കൺഫേം ചെയ്യാം കേട്ടോ. റെക്കോർഡ് എഴുതുന്നതിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേ. ഓക്കെ, റെക്കോർഡ് എഴുതുന്ന കാര്യം. ഓക്കെ ഫൈൻ. റെക്കോർഡൊക്കെ വാങ്ങിച്ചോ എല്ലാരും? വാങ്ങിച്ചു. മേടിച്ചില്ല. ഹലോ, പറയട്ടെ മാം. ആരാണ്? രേഷ്മ. മാം, ഈ റെക്കോർഡ് 5 എണ്ണം വാങ്ങിക്കില്ലേ? അപ്പൊ ഈ ലാസ്റ്റത്തെ, ഞാൻ നേരത്തെ ഒന്നും കേട്ടില്ലായിരുന്നു, ഞാൻ ഇച്ചിരി തിരക്കായിരുന്നു. ഈ ലാസ്റ്റത്തെ ഇതില് മാം പറഞ്ഞിട്ടില്ലായിരുന്നോ ഒരു എന്തോ എഴുതണ്ട എല്ലാം ഉണ്ടെന്ന്? അതെന്താ രേഷ്മ, ആക്ച്വലി ഫസ്റ്റ് ബാച്ച് റെക്കോർഡ് അതങ്ങ് റിലീസായി, നിങ്ങൾക്കൊക്കെ അയച്ചു. അപ്പൊ അതിനകത്ത് അത് വന്നിട്ടില്ല. അടുത്ത ബാച്ചിൽ ഇനിയിപ്പോ അത് പ്രിന്റ് ആക്കുന്നേ ഉള്ളൂ. ഞാൻ അത് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക. നമ്മൾ എന്റെ റെക്കോർഡിൽ നിന്ന് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തും അതിലെ കുറെ മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്തും എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് ഓൺ ദ ഗോ ആണ്, ആ ഒരു പ്രോസസ്സിലാണ്. കുഴപ്പമില്ല. ആ ഡേറ്റാസ് കംപ്ലീറ്റ് വരുന്ന ഒരു QR കോഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് അത് സ്കാൻ ചെയ്ത് സമയമുള്ളപ്പോൾ എഴുതി വെക്കാം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ആ റെക്കോർഡ് ഏറ്റവും അവസാനം എന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സ് തുടങ്ങി ഒരു 6-7 months ആവുമ്പോഴാണ് ആ റെക്കോർഡ് റിലേറ്റഡ് ഡീറ്റെയിൽസ് വരുന്നത്. അതായത് മോഡ്യൂൾ 3 ആണ് കേട്ടോ. മോഡ്യൂൾ 3 നമുക്ക് പ്രാക്ടിക്കൽ സെഷൻ ആണ്. അതിന് എക്സാംസ് ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്ന പ്രാക്ടിക്കൽസ്, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. മോഡ്യൂൾ 1 ബേസ് ചെയ്തിട്ടാണ് ഡിപ്ലോമ PG കോമൺ എക്സാംസ്. PGക്ക് പിന്നെ എക്സ്ട്രാ 2 സബ്ജക്ട് ഉണ്ടെന്നേ ഉള്ളൂ. മിസ് ലൈവ് ക്ലാസ്സിലില്ല, റെക്കോർഡ് ക്ലാസ്സിലാണ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ. മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ? മിസ്, അപ്പം ഇപ്പൊ റെക്കോർഡ് മേടിക്കാതെ ഇരിക്കുന്നവരുണ്ടല്ലോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മേടിക്കാന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ റെക്കോർഡില് മിസ് പറഞ്ഞ കാര്യങ്ങൾ പ്രിന്റ് ആയിട്ട് വരുമോ? അതോ ഞങ്ങളുടെ ഈ ബാച്ചിൽ ഇല്ലെന്നാണോ? ഞാൻ ഇനി പറയും. ഇനി റെക്കോർഡ് ആർക്കും ഇപ്പൊ കൊടുക്കണ്ട. ഇത് ശരിയായതിനു ശേഷം ഈ കൊടുത്താൽ മതി. കാരണം 1 by 1 ആയിട്ട് അയക്കുന്നതിനും നല്ലതാണല്ലോ. എല്ലാം കൂടെ ഒരുമിച്ച് അയക്കുമ്പോൾ നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാവില്ല, അയക്കുന്ന സൈഡിൽ നിന്നും ഓഫീസിൽ നിന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്തായാലും തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ. ഈ ഒരാഴ്ച കൊണ്ട് ഞാനത് കംപ്ലീറ്റ് എഡിറ്റിംഗ് നടത്തി ആ റെക്കോർഡ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാവുന്ന രീതിയിലും അതിന്റെ QR കോഡ് ഓൾറെഡി വാങ്ങിച്ചവർക്ക് അതിന്റെ QR കോഡ് പ്രൊവൈഡ് ചെയ്യാനുള്ള രീതിയും തരാം. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡേറ്റാസ് വരാം. ഓക്കെ, എന്നാ ശരി. ഒരു സെക്കൻഡ്. റെജി മോനി,
ഓക്കെ റെജി കുഴപ്പമില്ല, മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. റെജിയുടെ മെസ്സേജ് ഇറ്റ്സ് നോട്ട് ഫോർ മീ, നിങ്ങൾക്കുള്ളതാണ്. നോട്ട്സ് കിട്ടുന്ന ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമോ പ്ലീസ്? എന്താ നിങ്ങൾ വല്ല നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഷെയർ ചെയ്യുന്ന വല്ല ഗ്രൂപ്പ് ഉണ്ടോ? നമ്പർ അയക്കാൻ പറഞ്ഞത്. ആ യെസ്, രജി എന്നാന്ന് തോന്നുന്നു സ്പെല് ചെയ്യേണ്ടത്. രജി നമ്പർ ഒന്ന് അയച്ചു കൊടുക്കൂ കേട്ടോ. എഡിറ്റ് കഴിഞ്ഞ് റിലീസ് മതി. ആ ലാസ്റ്റ് റെക്കോർഡിന്റെ അതേ ആവശ്യമുള്ളൂ. ഞാൻ അതും കൂടെ ഒന്ന് ആയിട്ട് റെക്കോർഡ് ഡീറ്റെയിൽസ് തന്നാ മതി എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എന്നാലും മിസ് പറഞ്ഞോണ്ട് നമ്മള് റെക്കോർഡ് ബുക്ക് വാങ്ങിച്ചേ. ഈ ഫോട്ടോസ് എല്ലാം അതിലുണ്ടാവും പറഞ്ഞോണ്ട്. QR കോഡ് ഉണ്ടല്ലോ അതിനകത്ത്, അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയിരുന്നോ? ഇല്ല മിസ്സേ, ഞാൻ എന്നാലും മടിയന്മാരല്ലേ, എളുപ്പപ്പണി നോക്കിയത് തന്നെ. ഓക്കെ, ആ QR കോഡൊക്കെ ചുമ്മാ ഒന്ന് സ്കാൻ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് കുറെ വീഡിയോസ് കാണാൻ, കുറെ ഫോട്ടോസ് കാണാനായിട്ട് പറ്റും. ഇൻസ്റ്റഗ്രാമിലാണോ മാം? അല്ല, QR കോഡ് സ്കാൻ ചെയ്തപ്പോ എന്റേത് ഞാൻ ഒന്ന് സ്കാൻ ചെയ്തായിരുന്നു, അപ്പൊ അത് ഇൻസ്റ്റഗ്രാമിലേക്കാ പോകുന്നത്. ആണോ? ഏത് റെക്കോർഡ് ബുക്കിലെ QR കോഡോ? ആ, അല്ലാതെ പിക്ചേഴ്സ് വരുന്ന QR കോഡ് ഉണ്ടാവുമല്ലോ. ഒരെണ്ണം അതിലിങ്ങനെ ഇതായിട്ട് കണ്ടത് ഞാൻ ചെയ്തപ്പോ അങ്ങനെ എനിക്ക് വന്നത് ഫസ്റ്റ്. ഞാനൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അത് ചെയ്യുന്ന കുട്ടിയോട് തന്നെ എനിക്ക് ചോദിക്കേണ്ടി വരും. അപ്പൊ അതിനെന്തായാലും സമയം എടുക്കും. ഓക്കെ, സോ നാളെ എല്ലാവരും വോട്ട് ചെയ്യാനായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. ശേഷം വാങ്ങിയാൽ മതിയോ? നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെയാണോ വാങ്ങുന്നത്? അതെ മാം. അപ്പൊ ഞാൻ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്ക് തരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എഴുതാനുള്ള ഡീറ്റെയിൽസ് കുറച്ച് പേരുടെ ഉണ്ട്, കുറച്ച് പേരുടെ ഇല്ല. എല്ലാവരുടെ ഒന്ന് കിട്ടിക്കഴിഞ്ഞ് നമുക്കങ്ങ് ഒരുമിച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ കുറെ പേര് അങ്ങ് എഴുതിപ്പോവും, കുറെ പേര് അങ്ങ് ബാക്കിലായി പോവും. ഒരുമിച്ച് ആകുമ്പോൾ പ്രശ്നമില്ല. ആദ്യത്തെ 2 റെക്കോർഡ്സ് ഒക്കെ വളരെ ഈസിയാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വീട്ടിലുള്ള എല്ലാവരുടെ ഹെൽപ്പോട് കൂടി ചെയ്യുക. വീട്ടിലെ ക്ലൈമറ്റ് തന്നെ മാറട്ടെ. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പിക്ചർ കട്ട് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, വരയ്ക്കാൻ അറിയുന്നവർ വരയ്ക്കുക, കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുക, ലൈഫ് പാർട്ട്ണറെ ഏൽപ്പിക്കുക, വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവരെയൊക്കെ ഏൽപ്പിക്കുക. നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്യും. പിന്നെയുള്ള 2 റെക്കോർഡ് അങ്ങനെ ആരും ഒരുമിച്ചിരുന്ന് ചെയ്യേണ്ട, അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ് കേട്ടോ. ലാസ്റ്റ് അപ്പാരറ്റസ് റെക്കോർഡ് ഇനിയിപ്പോ എഴുതേണ്ടവരാണെങ്കിൽ ആരെ കൊണ്ടെങ്കിലും എഴുതിപ്പിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും, എഴുതാൻ കൈവേദന ഉണ്ടെങ്കിൽ. പിന്നെയുള്ള 2 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചെയ്യണമെന്ന് പറയാൻ കാരണം അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ആണ്. കുഞ്ഞുങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായമാണ്. അതിന്റെ ഭയങ്കര പ്രോഗ്രസ്സിൽ പോകുന്ന ഒരു പ്രായമാണ് ഈ 3 വയസ്സിന് ശേഷം എന്ന് പറയുന്നത്. ഒരു 3 to 6 years അത് തന്നെയാണ്, ഭയങ്കര പ്രോഗ്രസ് ആണ് ആ സമയത്ത്. അപ്പൊ അവരുടെ ഇമാജിനേഷനും ഡെവലപ്മെന്റും നല്ല രീതിയിൽ ആകണമെങ്കിൽ നമ്മളുടെ സപ്പോർട്ട് വേണം അല്ലെ. നമ്മളൊന്ന് ട്രിഗർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ അങ്ങനെ ട്രിഗർ ചെയ്യണമെങ്കിൽ നമുക്കുള്ളിലും നിറയെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. അവരുടെ പ്രായമല്ല നമ്മൾക്ക്, എന്നിരുന്നാലും നമ്മളൊന്ന് ശ്രമിച്ചാൽ നമ്മൾക്കും ഇതുപോലെ നല്ല കഥകൾ, നല്ല കവിതകളൊക്കെ എഴുതാനായിട്ട് പറ്റും, നാടകം എഴുതാൻ പറ്റും, അത് ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും, കുട്ടികളെ കൊണ്ട് അഭിനയിപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. ആദ്യം തോന്നും അയ്യോ ഇത് എനിക്ക് ടഫ് ആണല്ലോ, ഞാൻ വായിക്കാറുമില്ല, അല്ലെങ്കിൽ ഞാനൊന്നും എഴുതിയിട്ട് പോലുമില്ല. എന്തെങ്കിലുമൊക്കെ വായിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പാട്ട് കേൾക്കും, അത് അതുപോലെ പാടും, അല്ലെങ്കിൽ കഥ പറഞ്ഞു കൊടുക്കും. അല്ലാതെ ഞാൻ എങ്ങനെ സ്വയം ചെയ്യുന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ എവ്രിബഡി ക്യാൻ ഡു, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഒന്നും കൊടുത്താലും കിട്ടില്ല. അതുകൊണ്ടല്ലേ ഒരു എന്താ പറയാ 8 വർഷമായിട്ടും ഞാൻ എന്റെ റെക്കോർഡ് ബുക്ക് ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൽ മുഴുവൻ നമ്മുടെ എഫേർട്ടാ. എവിടെ നോക്കി കോപ്പി അടിക്കുകയല്ല ചെയ്തത്, തന്നെത്താനെ ചെയ്ത കുറെ കാര്യങ്ങളായതുകൊണ്ട് അത് കളയാനേ തോന്നിയില്ല, അങ്ങനെ വെച്ചു. എന്റെ ലൈഫിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ, ഒരു ട്രെയിനർ, ടീച്ചർമാർക്ക് ട്രെയിനിങ് ഞാൻ കൊടുക്കുന്നുള്ളത് എന്റെ അങ്ങനെ ഒരു ചിന്തയെ എന്റെ മനസ്സിലില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോ എനിക്ക് എന്റെ റെക്കോർഡായിരുന്നു എന്റെ ഏറ്റവും നല്ല റെഫറൻസ്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ധൈര്യമായി നിങ്ങളോടും പറയാൻ പറ്റും റെക്കോർഡ് എഴുതുന്നു. ഞാൻ ചെയ്യാത്ത കാര്യം നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിക്കില്ല, തീർച്ചയായിട്ടും ചെയ്യിക്കില്ല. ഓക്കെ, സോ പ്ലീസ് നമ്മൾ എവിടെ വരെ മിസ് റെക്കോർഡിന്റെ കാര്യങ്ങള് ജനുവരി ആകുമ്പോഴത്തേക്കും പറയുമോ? ചെയ്യാൻ തുടങ്ങാൻ പറയുവോ? എന്തോ ഞാൻ വിദേശത്താണ്. അപ്പം നാട്ടിൽ ചെന്നിട്ട് വേണം റെക്കോർഡ് മേടിച്ച് അങ്ങനെ പോകുന്ന കാര്യമൊന്നും തീരുമാനമായില്ല. ചിലപ്പം ജനുവരി 1 കഴിഞ്ഞിട്ടൊക്കെ പോവുള്ളൂ. അതുകൊണ്ട് ഓക്കെ സ്റ്റെഫി, ഒരു കാര്യം ചെയ്യാം. ക്രിസ്മസ് വെക്കേഷന് മുമ്പുള്ള നമ്മുടെ വർക്കിംഗ് ഡേയിൽ അങ്ങ് പറയട്ടെ. മിണ്ടുന്നില്ലല്ലോ, അതും വേണ്ടേ? ന്യൂ ഇയർ ആയിട്ട് പറഞ്ഞാൽ മതിയോ?
ന്യൂ ഇയർ കഴിഞ്ഞിട്ട് മതി. ഞാൻ എഴുതായിരുന്നു. നാട്ടിൽ ചെന്ന് മേടിക്കണം റെക്കോർഡ്. ആ. നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്ത് മേടിക്കാൻ വേണ്ടിയാ. ഓക്കെ. ഞാനിങ്ങനെ പറഞ്ഞ ക്രിസ്മസ് വെക്കേഷന് മുമ്പ് പറയുമ്പോഴേക്കും നിങ്ങൾ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് എഴുതി വരുമ്പോ എന്തായാലും ന്യൂ ഇയർ ആവുമല്ലോ. ആക്ച്വലി സ്കൂൾ ഹോളിഡേ പറഞ്ഞു കഴിഞ്ഞാൽ റഫായിട്ട് എവിടെയെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ കിട്ടുന്ന പോലെ ചെയ്യാലോ മിസ്സേ. ഓക്കെ ഇപ്പൊ മിസ്. കയ്യിലുള്ളവർക്ക് ചെയ്യാലോ. പതുക്കെ എഴുതിക്കോളാം. എഴുതുന്നവർ എഴുതി പൊക്കോട്ടെ. ഞാൻ മേടിച്ചിട്ട് പതുക്കെ എഴുതി ടൈമിൽ വെച്ചാ മതിയല്ലോ. ഓക്കെ. റഫായിട്ട് എഴുതുന്ന കാര്യം നമുക്ക് അതിനുള്ള സമയമുണ്ടോ? 2 അല്ല പ്രാവശ്യം മിസ്സേ, അങ്ങനെ റഫല്ല ഞാൻ പറഞ്ഞു. ഇപ്പൊ മിസ് പറയുമല്ലോ എന്താ എഴുതണ്ടേ, അതൊക്കെ റെക്കോർഡ്. കളക്ട് ചെയ്ത് വെക്കാനായിട്ട്. അത് സുനിഷ. സുനിഷ. വേറെ എന്തൊക്കെയാണല്ലോ ഞാൻ കാണുന്നത്? സുനി, ആഷി, ലോക്, സുനിഷ. മോന്റെ പേരുണ്ട് സുനിഷ എന്നാണ് പേര്. മോന്റെ പേര് ആഷിഖ്. ലോക്ക് എന്നുണ്ട്, ആശിഷ് എല്ലാം കൂടെ മിക്സ് ചെയ്ത്. ഓക്കെ. അപ്പൊ സ്റ്റെഫി ഒരു കാര്യം ചെയ്യാം. ഞാൻ ഫസ്റ്റ് പറയുന്ന റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഒന്നും അതിൽ നമ്മൾക്ക് എഴുതാനൊന്നുമില്ല. കുറേ പിക്ചേഴ്സ് കളക്ട് ചെയ്യാം. വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ വരയ്ക്കാം. എന്നിട്ട് അത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുക. ആ പരിപാടിയേ ഉള്ളൂ. അതിന് പ്രശ്നമില്ലല്ലോ. ഇല്ല. ഓക്കെ. പറയുമ്പോഴേക്കും അതൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. കുട്ടികളുടെ പഴയ ബുക്കോ പഴയ മാഗസീനോ അല്ലെങ്കിൽ വരയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ സ്റ്റെഫി ഇരുന്ന് വരച്ച് ഒരു നല്ല പേപ്പറിൽ വരച്ച് വെക്കുക. വരച്ചിട്ട് അത് നമുക്ക് കളർ ചെയ്ത് കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതിയല്ലോ റെക്കോർഡ് കിട്ടുമ്പോൾ. ആ ഒരു റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ഞാൻ ക്രിസ്മസിന് തൊട്ട് മുമ്പുള്ള നമ്മുടെ വർക്കിംഗ് ഡേയിൽ പറയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ക്രിസ്മസിന് തൊട്ട് മുമ്പുള്ള വർക്കിംഗ് ഡേ അത് എന്നെ ഓർപ്പിക്കണം. ഏത് ദിവസമാണ് ഞാൻ വരുന്നതെന്ന് വെച്ചാൽ എന്നെ ഒന്ന് ഓർപ്പിക്കണം കേട്ടോ. 23-ാം തീയതി നമുക്കിവിടെ വർക്കിംഗ് അല്ല. മീൻസ് ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. സോ ദാറ്റ് മീൻസ് അന്നത്തെ ദിവസം ക്ലാസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ മിക്കവാറും അതിന് തൊട്ട് മുമ്പുള്ള 23 എന്ത് ദിവസം? 22-ാം തീയതി നമ്മുടെ ക്ലാസ് ഉണ്ടോ? തിങ്കളാഴ്ച. ഇന്നെന്താ ദിവസം? 8. 22-ാം തീയതി അപ്പൊ നമ്മുടെ ക്ലാസ് ഉണ്ട്. അപ്പൊ 22-ാം തീയതി ഞാൻ ഫസ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് പറയും. ഞാൻ ക്ലാസ്സിൽ വന്ന് തുടങ്ങുമ്പോ എന്നെ ഒന്ന് ഓർപ്പിക്കണം. ഞാൻ ചിലപ്പം ഓർത്തൊന്നും വരില്ല. അപ്പൊ അതൊന്ന് റിമൈൻഡ് ചെയ്താൽ മതി. നമുക്ക് അന്ന് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് വെക്കേഷനിൽ കുട്ടികളുമായിട്ടിരുന്ന് പിക്ചേഴ്സ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കാം. വരയ്ക്കാനാണ് ഇഷ്ടമെങ്കിൽ വരച്ച് വെക്കാം. ഓക്കെ ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ് എവിടം വരെ? ഞാൻ ഫസ്റ്റ് യൂണിറ്റ് ഞാനാണോ എടുത്തേ? ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മൾ കഴിഞ്ഞു. നിങ്ങൾക്ക് 3rd യൂണിറ്റ് ആരെങ്കിലും എടുത്തോ? 3rd എന്താണ്? ഇതിൽ നമ്മൾ ഇൻസൈഡ് ദ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം. പേജ് നമ്പർ 6. ഹെൽത്ത് ആൻഡ് ഹൈജീൻ മുഴുവൻ കഴിഞ്ഞിട്ടില്ല. ശരി. 10 പേരെ കണ്ടുമുട്ടുന്ന കാര്യം അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അല്ലേ? ഇൻസൈഡ് ദ സ്കൂൾ അതാണ് എടുക്കണ്ടേന്നല്ലേ പറഞ്ഞേ? അതെ. ഇൻസൈഡ് ദ സ്കൂൾ നമുക്ക് കുറച്ച് പോയിന്റ്സ് സൈഡ് മതി കേട്ടോ. ഇൻസൈഡ് ദ സ്കൂൾ നമുക്ക് കുറച്ച് പോയിന്റ്സ് തന്നിട്ട് അത് നിങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് തോന്നുവാണ് ഇതല്ലാതെ കുറച്ച് കാര്യങ്ങളും കൂടെ സ്കൂളില് ഹെൽത്തിനെയും ഹൈജീനെയും റിലേറ്റ് ചെയ്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. അത് വേണമെങ്കിൽ ആ മെറ്റീരിയലിന്റെ അവിടെ നമുക്ക് പെൻസിൽ കൊണ്ട് എഴുതി വെക്കാം. പെൻസിൽ പേനോ വോട്ടവർ എഴുതി വെക്കാം. ഓക്കെ. ആരെ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്നേ? അത് കേട്ടപ്പോ ഒരു സന്തോഷം തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. നോട്ട് കിട്ടുന്ന ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോ
അതൊരു സന്തോഷം. ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് മാം. അതിനകത്ത് എല്ലാവരും എഴുതുന്ന നോട്ട്സ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് മിസ്സേ. എന്തോ എല്ലാരും എഴുതുന്ന നോട്ട്സ് ഗ്രൂപ്പിൽ ഇടലുണ്ട്. ആർക്കെങ്കിലും ഹെൽപ്പ് ആയിക്കോട്ടെ. വെരി ഗുഡ്. ദാറ്റ് ഇസ് മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് റെസിപ്രോക്കൽ ഹെൽപ്പ്. അതാണ് മോണ്ടിസോറി മെത്തേഡില് കുട്ടികളിൽ തന്നെത്താനെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, പരസ്പരം സഹായിക്കുന്നു. അതുകൂടാതെ ഇപ്പൊ ബിസ്മി എന്നെ ഒരു ഹെൽപ്പ് ചെയ്തെങ്കിൽ എന്റെ മനസ്സിൽ എന്നും ഉണ്ടാവും ആ നന്ദി സ്നേഹവും. അപ്പൊ എനിക്ക് എപ്പോഴെങ്കിലും ബിസ്മിക്ക് തിരിച്ച് ആ ഒരു ഹെൽപ്പ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അഥവാ ആ ഒരു സിറ്റുവേഷനിൽ ബിസ്മി അല്ല വേറൊരാൾക്കാണ് ഹെൽപ്പ് ആവശ്യമെങ്കിൽ ഞാൻ തിരിച്ച് ചെയ്യും. അതാണ് റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഹെൽപ്പും റെസിപ്രോക്കൽ ഹെൽപ്പും മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന രണ്ട് ഫ്രൂട്ട്സ് ആണെന്ന് പറയാം. നല്ല ഫ്രൂട്ട്സ് ആണെന്ന് പറയാം. ഓക്കെ, സോ ഇൻസൈഡ് ദ സ്കൂൾ അത് പറഞ്ഞല്ലോ, നമുക്ക് ഹെൽത്ത് ഹൈജീൻ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ സ്കൂളിൽ വേറെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പൊ ആരെങ്കിലും ഒരാള് വായിച്ചോളൂ, എന്നിട്ട് ആഡ് ചെയ്ത് ആർക്ക് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ മാം, ഞാൻ പേജ് നമ്പർ എത്രയാണ്? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. 6. മാം വായിക്കട്ടെ. Inside the school. A school has to arrange activities in following areas and in manners given below. The school should be given situated in a place with a healthy atmosphere, regular healthy inspections and maintenance of health records of students. The help of local authorities may also be utilized to form health programs in school, provide first aid for the essential. It should be taken care of that students are getting clean and healthy food and drinks which are normal, natural. Okay. ഓക്കെ, നമ്മൾ സ്കൂളിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളും സ്കൂളിൽ അറേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളും സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യേണ്ട ഫെസിലിറ്റീസ്, ആക്ടിവിറ്റീസ്, ഇതെല്ലാം ഇതിനകത്ത് വരും. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല എക്സസൈസുകൾ. അവരെപ്പോഴും ക്ലാസ് റൂമിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുകയല്ല, അവർക്ക് ഇൻ ബിറ്റ്വീൻ നല്ല ഫിസിക്കൽ എക്സസൈസിനുള്ള ആ ഒരു സ്പേസ് കൊടുക്കണം. കുട്ടികളെ പി ടി പീരീഡ് എന്ന് പറഞ്ഞ് എവിടെ ചെന്നാലും കാണുന്നതെന്ന് വെച്ചാൽ പി ടി പീരീഡ് ടീച്ചർമാരെ ക്ലാസ് എടുക്കുന്നതാണ് ചില സ്കൂളുകളിൽ ചെല്ലുമ്പോഴട്ടോ. കാരണം ടീച്ചേഴ്സ് ആ ഒരു പീരീഡിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഞാനൊരു ഇന്റർവെൻഷൻ ചെയ്യാൻ പോകുന്ന സ്കൂളില് നമുക്കത് ടൈം കിട്ടുക എന്നുള്ളത്, സ്കൂളിന്റെ വർക്കിംഗ് ഡേ അല്ലാത്തൊരു ദിവസം കുട്ടികളെ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കാൻ സ്കൂൾ അതോറിറ്റീസ് തയ്യാറായില്ല. അപ്പൊ എന്നാൽ എന്ത് കരുതി വെള്ളിയാഴ്ച ദിവസങ്ങളിലാകാന്ന് വിചാരിച്ചു. വെള്ളിയാഴ്ച ബ്രേക്ക് ഉണ്ടല്ലോ കുറച്ചധികം സമയം. അപ്പൊ ബ്രേക്ക് കഴിഞ്ഞ് ഒരു 2:15 ആവുമ്പോഴാണ് കുട്ടികൾ വരുന്നത്. കുട്ടികളുടെ ഒരു 3 പീരീഡ് അവർക്ക് പോകും. പക്ഷെ അതില് എന്താ പറയാ, ചില ക്ലാസ്സുകാർക്ക് പി ടി പീരീഡ് ആണ്, ചില ക്ലാസ്സുകാർക്ക് സർഗം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 8ാം ക്ലാസ്സിലെ പിള്ളേരായിരുന്നു കേട്ടോ, അന്ന് അവർ 8ാം ക്ലാസ്സിലായിരുന്നു. 8ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ഉണ്ടല്ലോ അവിടുത്തെ പാട്ടോ ഡാൻസോ അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്ലാസ്സിന് അവരുണ്ടാവും. അങ്ങനെ ഒരു ഏകദേശം 5 ഡിവിഷനിൽ കുറച്ച് സെലക്ടഡ് കുട്ടികളാണ് വരുന്നത്. നമ്മൾ അവരോട് പറയും, നിങ്ങൾക്ക് ആ പീരീഡുകള് താല്പര്യമുള്ളതാണെങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സിൽ പോയിരിക്കണം, നിർബന്ധിക്കുന്നില്ല എന്ന് പറയും. അപ്പൊ ഇവർ ഏറ്റവും അവർക്ക് പ്രാധാന്യം പി ടി പീരീഡ്. ബാക്കി പീരീഡ് ഒന്നും അവർക്ക് പോകണമെന്നൊരു താല്പര്യമില്ല. അപ്പൊ പി ടി പീരീഡ് വേണമെന്ന് പറയും. അപ്പം പി ടി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയും. കുട്ടികള് പി ടിയും കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പൊ കുറച്ച് കുട്ടികൾ ക്ലാസ്സിലുണ്ടാവും, കുറച്ച് കുട്ടികൾ പി ടി കളിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വന്ന് ടീച്ചേഴ്സുമായിട്ടൊരു മീറ്റിംഗ് വെച്ചപ്പോ ടീച്ചേഴ്സ് പറഞ്ഞത്, അതായത് 9ാം ക്ലാസ് വരുമ്പോൾ ഈ സർഗം പീരീഡ് ഇല്ലല്ലോ. അപ്പൊ ടീച്ചേഴ്സ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളെ പി ടിക്ക് വിടണ്ട. അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞ ആ സമയത്ത് ഇതെടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ അത് സമ്മതിക്കില്ല. കുട്ടികൾക്ക് പഠനം എന്നുള്ളതിന്റെ ഒപ്പം തന്നെ പോകേണ്ടതാണ് അവരുടെ പി ടി പീരീഡ്, അവരുടെ ഫിസിക്കൽ എക്സസൈസ് കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ നമ്മൾ ശരിക്കും അങ്ങനെ ഒരു ചലഞ്ചിലൂടെയായിരുന്നു ആ ഒരു ഇന്റർവെൻഷൻ നടത്തിയത്. അപ്പൊ കുട്ടികൾക്ക് സന്തോഷം, അവർ പി ടിക്ക് പോയി ഭയങ്കര ഹാപ്പി ആയിട്ട് വന്ന് ക്ലാസ്സിലിരിക്കും. അപ്പൊ പിന്നെ അവർക്ക് നമ്മളെ അങ്ങ് അനുസരിക്കണം, അത് ഇഷ്ടത്തോടു കൂടിയുള്ള അനുസരണയാണ് കേട്ടോ. പിന്നെ നമ്മൾ പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്യാൻ അവർക്ക് യാതൊരു മടിയില്ല. സെയിം തന്നെ നമ്മുടെ മോണ്ടിസോറി മെത്തേഡില് ക്ലാസ് റൂമുകളിലും നടക്കുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആ ഒരു എൻവിയോൺമെന്റിലുണ്ട്. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ആക്ടിവിറ്റീസ് ചെയ്യും. പിന്നെ അവർ നമ്മുടെ പുറകെ നടക്കും. നമ്മൾ ഒന്നും നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് അതുപോലെ ഫോളോ ചെയ്യും, നമ്മൾ പറയുന്നത് അനുസരിക്കും. നമ്മള് ഹാപ്പി ആകുന്നത് അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആവും.
ഇപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റിൽ എല്ലാ പുറത്തു നിന്ന് നോക്കുന്ന ആൾക്കാർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോണ്ടിസോറി സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീഡം ആണല്ലോ, കുട്ടികൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കുട്ടികൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതല്ല, അവിടെ ഡിസൈൻ ചെയ്ത കുറെ മെറ്റീരിയൽസ് ഉണ്ട്. ആ മെറ്റീരിയൽസ് വെച്ചിട്ടല്ലേ അവർക്ക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് അവർക്ക് സെലക്ട് ചെയ്ത് ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്തും ചെയ്യാവുന്നതല്ല ഫ്രീഡം എന്ന് പറയുന്നത്. അവര് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നു. വി ലൈക്ക് വാട്ട് വി ഡു. ഞങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. കുട്ടികൾ അതാണ് പറയുന്നത്. കാരണം അവർക്ക് നല്ല ഫ്രീഡം കൊടുത്തു, ഇഷ്ടമുള്ള മെറ്റീരിയൽസ് കൊടുത്തു. സോ മെറ്റീരിയൽസ് വെച്ചിട്ട് അവർ ആക്ടിവിറ്റി ചെയ്യുന്നു. സോ അവരെ സംബന്ധിച്ച് ഫ്രീഡം എന്താണ്? ഞങ്ങൾ ഈ ചെയ്യുന്നതിനെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അല്ലാണ്ട് ഇഷ്ടമുള്ളത് തോന്നിയത് ചെയ്യുക, ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതല്ല, ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നു. ആ രണ്ട് വാക്കിലും വ്യത്യാസമുണ്ട്. ഇഷ്ടമുള്ളത് ചെയ്യുന്നു, ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നു. മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഫ്രീഡം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നു. സോ ഇവിടെ സ്കൂളില് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, സ്കൂൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കണം സ്കൂളിന്റെ ആ ഒരു സിറ്റുവേറ്റ് ചെയ്യേണ്ടത്. പിന്നെ റെഗുലർ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ്, ചെക്കപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കണം. പിന്നെ കുട്ടികൾക്ക് ഹെൽത്ത് റെക്കോർഡ്സ് ഉണ്ടാവും. അതിൽ എന്തെങ്കിലും അപ്ഡേഷൻ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ലോക്കൽ അതോറിറ്റീസുമായിട്ട്, പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ വാട്ടെവർ, അവരുമായിട്ട് ചേർന്ന് ഹെൽത്ത് പ്രോഗ്രാംസ്, അവര് പിന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് ഹെൽത്ത് പ്രോഗ്രാംസ് സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യണം. കോവിഡിന് മുമ്പ് ഒരു ഡിമെൻഷ്യ അവയർനെസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ വോളണ്ടിയർ ആയിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആയിരുന്നു ആ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തത്. അപ്പൊ കൊച്ചിൻ യൂണിവേഴ്സിറ്റി അവരുടെ കുറെ റിസർച്ച് ചെയ്ത ആളുകളുടെ, കുറെ ഡോക്ടേഴ്സും കുറെ അല്ലാതെ അനാലിസിസ് ചെയ്യുന്ന കുറെ അനാലിസിസും അങ്ങനെ കുറെ സ്കോളേഴ്സും ഒക്കെ കൂടി ഇവരെല്ലാരും കൂടെ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ ഒരു കാരണം, ഒരു പഠനം, അവരുടെ ഒരു പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് +1 +2 പഠിക്കുന്ന കുട്ടികളിലാണ് ഈ ഡിമെൻഷ്യയുടെ അവയർനെസ് കൊടുക്കേണ്ടത്. കാരണം +1 +2 പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ വീട്ടില് പ്രായമായ ആരെങ്കിലും കാണും. അപ്പൊ ഡിമെൻഷ്യയുടെ സിംറ്റംസ് പെട്ടെന്ന് അവർക്ക് മനസ്സിലാകാനായിട്ട് പറ്റും. നമ്മൾ കിഷ്കിന്ദ കാണ്ഡം എന്നൊരു സിനിമ ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ കണ്ട മൂവിയാണ്. യെസ്. അതില് മുത്തശ്ശന് ഇങ്ങനെ ഒരു ഡിമെൻഷ്യയുടെ ഒരു പ്രശ്നം ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത് പേരക്കുട്ടിയാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ കുട്ടികൾക്കാണ് പെട്ടെന്ന് ഇത് മനസ്സിലാവുള്ളൂ, അവരുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ആ ഒരു ചേഞ്ചസ്. അത് അപ്പൊ എന്തുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് ഈ ക്ലാസ് കൊടുത്തില്ല എന്നൊരു ചോദ്യം വരും. ശരിക്കും +1 +2 കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ കൂടെ അവര് ഡിജിറ്റൽ വേൾഡുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആയിരിക്കും. അവർ കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ കുട്ടികൾ, പിന്നെ അതുപോലെ അവർ ചിലപ്പോൾ വോളണ്ടിയർ ആയിട്ടും പോകാനായിട്ടും അവർക്ക് പറ്റും. ഈ എല്ലാ കാര്യങ്ങളെയും കൂടെ വെച്ചിട്ടാണ് +1 +2 കുട്ടികളിൽ ഈ അവയർനെസ് ക്ലാസ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം കോർപ്പറേഷന്റെ പരിധിയിലുള്ള സ്കൂളുകളിലായിരുന്നു പോകേണ്ടിയിരുന്നത്, കൊച്ചിൻ കോർപ്പറേഷന്റെ. അങ്ങനെ കൊച്ചിൻ കോർപ്പറേഷന്റെ പരിധിയിലുള്ള കൊച്ചിയിലുള്ള ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, തേവര ആ സൈഡിലുള്ള സ്കൂളുകളിലൊക്കെയായിരുന്നു ഞാൻ ക്ലാസ് എടുക്കാൻ പോയിരുന്നത്. അപ്പം ചെല്ലുമ്പോഴേക്കും +1 +2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ ആ ഒരു വൈബ്, അവർക്ക് ഒരു തമാശയൊക്കെ ആയിരിക്കും ഇങ്ങനെ. പക്ഷെ ക്ലാസ് ഇങ്ങനെ പ്രോഗ്രസ് ആവാൻ തുടങ്ങിയപ്പോഴേക്കും അവർ ഭയങ്കര സീരിയസ് ആയി. കാരണം നമ്മൾ ഇവര് ഈ ഏജിന് കൊടുക്കാൻ, ഇവരെന്ന് പറയുമ്പോൾ ഒരു 15, 16 ആ ഒരു വയസ്സല്ലേ, മേ ബി 17 ഉണ്ടാവും, 18 വരെയും കാണുമായിരിക്കും ആ ഒരു ഏജിലുള്ള കുട്ടികൾ. പണ്ട് കാലങ്ങളിൽ വളരെ ചുരുക്കം ആളുകളിലാണ് ഡിമെൻഷ്യയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളൂ. അതും ഒരു 70-80 വയസ്സുകളൊക്കെ ആവും. പിന്നെ അങ്ങോട്ട് വന്നപ്പോ 60കളിൽ കണ്ടു. തന്മാത്രയിൽ മോഹൻലാല് 50+ അതിനകത്ത് ആ ക്യാരക്ടറിനെ കാണിക്കുന്നത്. പിന്നെ 40+ ഡിമെൻഷ്യയുടെ പ്രോബ്ലം വരുന്നതായിട്ട് ഇങ്ങനെ കണ്ടു. അപ്പൊ ഈ ഒരു 40 വയസ്സിൽ ഒരാൾക്ക് ഡിമെൻഷ്യ വരണമെങ്കിൽ അതിനൊരു 15 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 20 ഇയേഴ്സ് ബാക്ക് അയാൾക്ക് എന്തോ ട്രോമ നടന്നിട്ടുണ്ടാവും. അയാളെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തോ ഒരു കാര്യം അയാൾക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. അതിന്റെ റിഫ്ലക്ഷൻസ് ആണ് ആഫ്റ്റർ 20 ഇയേഴ്സ് ഈ ഒരു ഡിമെൻഷ്യയിലേക്ക് അയാൾ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ +1 +2 കുട്ടികളിൽ ഈ ഒരു അവയർനെസ് കൊടുക്കുവാണെങ്കിൽ അവരതിനെപ്പറ്റി ചിന്തിക്കും. സോ ഞാൻ ഇങ്ങനെ പോയപ്പോ ശരിക്കും ഡിമെൻഷ്യ സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിന് എന്തെങ്കിലും രീതിയിലുള്ള നാശം സംഭവിക്കുമ്പോഴാണ്. ഈ ബ്ലൂ ലൈറ്റ്, ഈ മൊബൈല് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ബ്രെയിനിൽ അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവുകയാണ്. ഇവരുടെ ന്യൂറോൺ നശിക്കും. നമുക്കറിയാം ബ്രെയിൻ സെൽസ് നശിച്ചു കഴിഞ്ഞാൽ, വൺസ് നശിച്ചു കഴിഞ്ഞാൽ അത് പെർമനന്റ്ലി നശിച്ചത് തന്നെയാണ്. പിന്നെ അത്
റീക്രിയേറ്റ് ചെയ്ത് വരില്ല. നമ്മുടെ ബോഡിയിലെ മറ്റുള്ള ടിഷ്യൂസോ സെൽസ് പോലെയല്ല ബ്രെയിനിലെ സെൽസ്. നശിച്ചു പോയി കഴിഞ്ഞാൽ നശിച്ചു പോയത് തന്നെയാണ്. നമ്മുടെ ഓർമ്മ, നമ്മുടെ ബുദ്ധി എല്ലാം ഇരിക്കുന്നത് ബ്രെയിനിന്റെ ഓരോരോ ഭാഗങ്ങളിലാണല്ലേ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഇന്റലക്ച്വൽ ആയിട്ടും സെൻസോട് കൂടിയും ആളുകൾക്ക് പെരുമാറാൻ പറ്റാതെ വരുന്നത്. അപ്പൊ ആളുകള് അവരെന്താണോ അന്ന് വരെ ഉണ്ടായിരുന്നത് അതിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും അവർ പെരുമാറുന്നത്. അവർക്ക് ബന്ധങ്ങൾ മനസ്സിലാവില്ല. നമുക്ക് ഡിമെൻഷ്യ ബാധിച്ച ഒരാളെ നമുക്ക് ഒരിക്കലും തെറ്റ് പറയാനായിട്ട് പറ്റില്ല. അയാളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾക്കാണ് നമ്മൾ ശരിക്കും സപ്പോർട്ട് കൊടുക്കേണ്ടത്. അയാളുടെ കെയർ ടേക്കർ അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും ഇയാളുടെ രീതികളൊക്കെ കാണുമ്പോൾ. അതുകൊണ്ടാണ് മിക്കയിടങ്ങളിലും ഡിമെൻഷ്യ പേഷ്യൻസ് എന്നല്ല, അതൊരു സ്റ്റേറ്റ് ആണ്, ഒരു അസുഖം എന്ന് പറയാൻ പറ്റിയ ഒരു കണ്ടീഷനാണ്. അത് പ്രോഗ്രസീവ് ആകുകയുള്ളൂ, അതൊരിക്കലും കുറയില്ല, അതിന്റെ ഇമ്പാക്ട് കുറയില്ല. പക്ഷെ അവര് നല്ല രീതിയിൽ കെയർ ചെയ്ത് ചില മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ രീതികളിൽ കുറച്ച് മാറ്റം വരുന്നല്ലാതെ എഫക്റ്റ് കുറച്ച് നമുക്കൊന്ന് ഇതാക്കാവുന്നല്ലാതെ ആ അവസ്ഥയിൽ നിന്നും അവരെ മാറ്റാൻ പറ്റും. ഈ കുട്ടികൾക്ക് ഇത് കൊടുത്തു, അപ്പം അവര് ചിന്തിക്കും ഓക്കെ എനിക്കും ഇത് ഭാവിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്റെ വീട്ടിൽ അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടുമുള്ള ആളുകളെ ഞാൻ എപ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവര് തുടങ്ങിയപ്പോഴൊക്കെ അവര് ഭയങ്കര ക്ലാസ് അറിയാലോ ആ ഒരു രീതിയിൽ. പക്ഷെ അവർ കേട്ട് നമുക്ക് PowerPoint പ്രസന്റേഷൻ ആയിരുന്നു. അതിലൊരു വീട്ടിലെ ഒരു ടീച്ചറിന്റെ കഥ പറയുന്ന പോലെയാണ് കുട്ടികൾക്ക് ആ ഒരു അവയർനെസ് കൊടുത്തത്. ഈ ഒരു ടീച്ചർ എന്തോ ഉഷാന്നോ അങ്ങനെ എന്തോ ക്യാരക്ടർ പേരുള്ള ഒരു ടീച്ചറായിരുന്നു. ടീച്ചർ മോനും മോന്റെ ഭാര്യയും 2 പേരക്കുട്ടികൾ, ആൺകുട്ടി പെൺകുട്ടി 2 പേരക്കുട്ടികളുമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. നല്ല ഇതായിട്ട് മോനും മരുമോളും ജോലിക്ക് പോകുന്നവരാണ്. ടീച്ചർ നല്ല റിട്ടയർഡ് ടീച്ചറാണ്. നല്ലപോലെ കുക്ക് ചെയ്യും, അമ്പലത്തിൽ പോവും, വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് ചെയ്യും, കുട്ടികളെ പഠിപ്പിക്കും. ടീച്ചറായിരുന്നല്ലോ, അപ്പൊ കൊച്ചുമക്കളെയൊക്കെ പഠിപ്പിക്കും. അങ്ങനെ നല്ല രീതിയിൽ മകനും മകന്റെ ഭാര്യയും എല്ലാം വളരെ സ്നേഹത്തോടു കൂടി ഇങ്ങനെ കഴിയുന്നതായിരുന്നു. പെട്ടെന്നാണ് ടീച്ചറുടെ സ്വഭാവത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടുവന്നത്. അതായത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് അമ്പലമാണെന്ന് ടീച്ചർ മറന്നു പോകുന്നു. സാരി ഉടുക്കാൻ എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് മറന്നു പോകുന്നു. ഭക്ഷണം എടുത്തിട്ട് എന്തിനുള്ളതാന്ന് മറന്നു പോകുന്നു. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ് ഓൺ ചെയ്യാതൊക്കെ ചെയ്യുന്നു. ഗ്യാസ് ഓൺ ചെയ്തിട്ട് അവിടെ ഇവിടെ പോകും. ഇത് ശ്രദ്ധിക്കുന്നതെല്ലാം കൊച്ചുമക്കളാണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ ഉപയോഗിച്ചൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിയർ ബൈ സ്കൂളിലെ ഒരു ടീച്ചർ, അതായത് ഞാൻ എവിടെയാണോ പോകുന്നത്, തേവരയിലാണെങ്കിൽ തേവരയിലെ ഒരു സ്കൂളിലെ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാണ് ഞാൻ ഇവർക്ക് ഈ സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നത്. ആരും PowerPoint പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റോറി പറയുമ്പോൾ അവരെവിടെയാണോ അവിടുത്തെ ഒരു ടീച്ചർ ഞാൻ എന്നിട്ട് ഇങ്ങനെ കൊണ്ടെത്തിച്ചു. അതായത് ടീച്ചർക്ക് നല്ല ഹാപ്പിയായി പോയി ജീവിക്കുന്ന ഒരു ടീച്ചർക്ക് എന്തോ ഒരു ഷോക്ക് ടീച്ചറുടെ പ്രീവിയസ് ലൈഫിൽ ഏർലിയർ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ടീച്ചർക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നത് എന്നുള്ള രീതിയിലാണ് കൊടുക്കുക. ഞാൻ പറഞ്ഞു ഒരു പക്ഷേ ടീച്ചറെ ആ ഒരു പ്രായത്തില് അല്ലെങ്കിൽ ടീച്ച് ചെയ്യുന്ന സമയത്ത് ടീച്ചർ നല്ല സ്ട്രെസ്സിലൂടെ പോയിട്ടുണ്ടാകാം, വളരെ സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടാകും ആ ഒരു ടീച്ചർ സ്ട്രെസ് അനുഭവിക്കണമെങ്കിൽ മുന്നിൽ വരുന്ന കുട്ടികളുമായിട്ട് ഡീല് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളിലായിരിക്കും. കുട്ടികൾ ചിലപ്പോ ടീച്ചറോട് വല്ല റഫായിട്ട് പെരുമാറിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതിരുന്നിട്ടുണ്ടാവാം. അങ്ങനെ സ്ട്രെസ്ഫുൾ ലൈഫായിരുന്നു കാണും ടീച്ചർ. ഫാമിലി വൈസ് ടീച്ചർ ഹാപ്പി ആയിരുന്നു. അപ്പൊ ടീച്ചർ ഏറ്റവും അധികം ടെൻഷൻ അനുഭവിച്ചിരിക്കുന്ന ടീച്ചറുടെ വർക്ക് പ്ലേസിൽ നിന്നാണ്. ദാറ്റ് മീൻസ് കുട്ടികളോട് കൂടെ ഇരുന്നപ്പോൾ അവർ ഭയങ്കരമായിട്ട് സൈലന്റ് ആയി. അപ്പൊ അങ്ങനെ ഒരു രീതിയിലൊരു മെസ്സേജും കൂടെ കൊടുത്തിട്ടാണ് ക്ലാസ്സുകൾ അവസാനിപ്പിക്കാറ്. അപ്പൊ നമ്മൾ ടീച്ചർമാരോട് എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് നമ്മളും കൂടെ ഓർക്കണം. നമ്മൾ കാരണം ഒരാളുടെ ലൈഫ് കുറെ വർഷങ്ങൾക്ക് ശേഷം ബുദ്ധിമുട്ടിലാകരുത് എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞു എനിക്ക് കുട്ടികൾ ഭയങ്കരമായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ അപ്പോഴേക്കും കോവിഡ് വന്നു, പ്രോഗ്രാം നിന്ന് പോയിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 7-8 സ്കൂളുകളിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, അവയർനെസ് ക്ലാസ്. കോവിഡിന് മുമ്പ് കോവിഡ് വന്ന് നിർന്നുപോയി. കോവിഡ് കഴിഞ്ഞപ്പോ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ചെയ്ത ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലയിടത്തും പകൽ വീടുകൾ ഉണ്ടല്ലോ. പകൽ വീട് എന്താണെന്നറിയാലോ, നമ്മുടെ പ്രായമായൊരു മിക്കവാറും വീടുകളിൽ ചിലപ്പോൾ പകൽ ഒറ്റയ്ക്കായിരിക്കും. കാരണം പേരക്കുട്ടികൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ പോവും, മക്കളും മരുമക്കളും ഒക്കെ ജോലിക്ക് പോകും. അപ്പൊ അമ്മയോ അച്ഛനോ ഒക്കെ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. അപ്പൊ ഇവരെ സേഫ് ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുത്തണം. അവരുടെ അടുത്ത് വന്ന് ഇരിക്കാൻ ഒരാളോട് പറയാൻ എല്ലാവരും ഓരോരോ തിരക്കിലാണ്, ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഡേ കെയർ പോലെ നമ്മള് കുഞ്ഞുങ്ങളെ കൊണ്ടേ ഡേ കെയറിലാക്കില്ലേ, രാവിലെ കൊണ്ടാക്കിയിട്ട് വൈകിട്ട് തിരിച്ചു വരുന്ന പോലെ ഈ പ്രായമായവരെ കൊണ്ട് അച്ഛനെയും അമ്മേനെയും കൊണ്ടുപോയി വളരെ സമാധാനമായിട്ട് നല്ലൊരു സ്ഥലത്ത് കൊണ്ടാകും. അപ്പൊ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പല വോളണ്ടിയേഴ്സും അതുമായി സഹകരിച്ച് അവർക്ക് വേണ്ട പല പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്തു.
അപ്പൊ എനിക്കറിയാവുന്ന എന്റെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ ഫാദർ ഇൻ ലോയെ ഇങ്ങനെ കൊണ്ടാക്കിയ വിവരം പറഞ്ഞു. അതില് ആ കുട്ടിയുടെ മദർ ഇൻ ലോയ്ക്ക് ഇതുപോലെ തന്നെ ഡിമെൻഷ്യ വന്നു, അവര് മരിച്ചുപോയി. അവര് മരിക്കാറായപ്പോഴേക്കും ഫാദർ ഇൻ ലോയ്ക്കും ഇതേ കണ്ടീഷൻ വന്നു, ഡിമെൻഷ്യ വന്നു. അപ്പം ഈ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ ഈ അച്ഛനെ അമ്മ മരിച്ചതിന്റെ ആ ഒരു ഇത് അച്ഛൻ എന്തോ ഒരു പോലെ ഷോക്ക് പോലെ തട്ടിയിട്ടുണ്ട്. പിന്നെ ഡിമെൻഷ്യയുടെ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ഈ പകൽ വീട്ടിൽ കൊണ്ടുവന്നാക്കിയപ്പോഴേക്കും ആൾക്ക് ഒത്തിരി മാറ്റം വന്നു എന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. അപ്പൊ അതൊരു നല്ലൊരു കൺസെപ്റ്റ് ആയിരുന്നു. അങ്ങനെ അവർ അതുമായിട്ട് ചേർന്നിട്ട് അപ്പൊ മെഡിക്കൽ ചെക്കപ്പും ഡോക്ടർ വിസിറ്റ് ചെയ്യും ആഴ്ചയിൽ ഒരിക്കല്. പിന്നെ നല്ല രീതിയിൽ ഇച്ചിരി ആരോഗ്യമുള്ളവർക്ക് അവിടെ ഇരുന്ന് എന്തെങ്കിലും ചെയ്യാനുള്ള കുറെ സംവിധാനങ്ങൾ ഉണ്ടാവും. ചിലർ കുക്ക് ചെയ്യും, ചിലർ പേപ്പർ ബാഗ് ഉണ്ടാക്കും. അങ്ങനെ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് എംബ്രോയിഡറി ചെയ്യും. അങ്ങനെയൊക്കെ അമ്മമാര് ചെയ്യുന്ന രീതിയിലുള്ള പകൽ വീടുകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാമായിരുന്നു. ഇപ്പൊ സ്കൂളില് നമുക്ക് അങ്ങനെ പല ഹെൽത്ത് പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുമ്പോൾ അവർ ഡെഫിനറ്റ്ലി അവർ വീട്ടിൽ വന്ന് അതിന്റെ മുഴുവൻ കാര്യങ്ങളും പറയും. വീട്ടിൽ വന്ന് പറയും. അപ്പൊ നമ്മൾക്കും അതൊരു അവയർനെസ് തന്നെയാണ്. കുട്ടികൾ പറയുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കും. അവർ പലതവണ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് മുഴുവനും അവർ വന്ന് പറയും. ഇപ്പൊ ഇങ്ങനെ ഒരു ഡിമെൻഷ്യയുടെ ക്ലാസ് കേൾക്കുമ്പോൾ കുട്ടി വന്നിട്ട് വീട്ടിൽ വന്ന് പറയും, നമുക്ക് അപ്പനെയും അമ്മൂമ്മയും ഒന്ന് നോക്കണം, അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നോക്കണം, അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണോട്ടോ അമ്മ അച്ഛനോ എന്തെങ്കിലുമൊക്കെ അവർ പറയുമായിരിക്കും. എന്തെങ്കിലും നെക്സ്റ്റ് ഫസ്റ്റ് എയ്ഡ് സ്കൂളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാണ് ഫസ്റ്റ് എയ്ഡ്. കുട്ടികൾ ഓടിക്കളിക്കും അല്ലെ, അവർക്ക് ഇഞ്ചുറീസ് ഉണ്ടാകാം, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതെയൊക്കെ ചില കുട്ടികൾ രാവിലെ വരും, അസംബ്ലിയിൽ നിൽക്കുമ്പോൾ അത് ഇറങ്ങി വീഴും. അതൊക്കെ സ്ഥിരം ഒരു കാഴ്ചകളാണ് സ്കൂളിൽ കാണുന്നത്. അപ്പൊ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അവർക്ക് നല്ല ക്ലീൻ ഹെൽത്തി ഫുഡ്, നോൺ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകളാണെങ്കിൽ അത് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് കുടിക്കാനുള്ള വെള്ളവും ക്ലീൻ ചെയ്യാനുള്ള വെള്ളവും ആവശ്യത്തിന് കൂടുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് സ്കൂളിനകത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ സ്കൂളിൽ ചെയ്യാനായിട്ട് പറ്റും? നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ആസ് എ ടീച്ചർ നിങ്ങളൊരു സ്കൂളിൽ വർക്ക് ചെയ്യാണ്, ഹെൽത്ത് പ്രോഗ്രാംസ് എപ്പോഴും നമുക്ക് ലോക്കൽ അതോറിറ്റീസിന്റെ സപ്പോർട്ട് കിട്ടില്ല അല്ലെ. എപ്പോഴും ഇങ്ങനെ ഹെൽത്ത് പ്രോഗ്രാംസ് അവര് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചില നിർദ്ദേശങ്ങളിൽ ഇത് ചെയ്യണം നടപ്പാക്കണം എന്ന് ഗവൺമെന്റ് പറയുമ്പോഴാണ് അതൊരു രീതിയിൽ ചിലപ്പോൾ നല്ല രീതിയിൽ നടക്കും, ചിലപ്പോൾ ഒരു വഴിപാട് പോലെ അങ്ങനെ അവർ നടത്തി പോവാറുണ്ട്. അതല്ലാതെ നമ്മൾക്ക് ഇനീഷ്യേറ്റ് ചെയ്ത് എന്തെല്ലാം ഹെൽത്ത് പ്രോഗ്രാംസ് സ്കൂളുകളിൽ നടപ്പാക്കാൻ പറ്റും? മിസ്സേ, നിർബന്ധമായിട്ടും കുട്ടികളെ കൊണ്ട് എക്സസൈസ് അതൊരു ശീലമാക്കിയിട്ട് നമ്മൾ മാറ്റിയെടുക്കണം. എപ്പോഴും ഒരു എക്സസൈസ് കൊടുത്തിട്ട്. പിന്നെ വെള്ളം കുടിക്കാന്, കുട്ടികൾ വെള്ളം കുടിക്കല് വളരെ കുറവായിരിക്കുമല്ലോ. അതും നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട്, ഏത് ചെറിയ മക്കളെയല്ലേ നമ്മൾ എന്തായാലും ഇപ്പൊ പഠിപ്പിക്കാനുള്ള ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുഡ് കഴിക്കൂല ചില കുട്ടികൾ. അതിനെല്ലാം കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് വാട്ടർ ബെൽ എന്നൊക്കെ ഒരു സിസ്റ്റം ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ ചില സ്കൂളുകൾ അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അത് വെള്ളം കുടിക്കാനുള്ള ഒരു ബെല്ലടിക്കും. അപ്പൊ ടീച്ചർമാരും കുട്ടികളും ഒരുമിച്ച് വെള്ളം കുടിച്ചോളണം. വാട്ടർ ബോട്ടിൽ തുറന്ന് വെള്ളം കുടിച്ചോളണം എല്ലാ സ്റ്റാഫുകളും ആ സ്കൂളിലെ. കുട്ടികൾ മാത്രമല്ല, നമ്മളും ചെയ്താലല്ലേ അവർ നമ്മളെ ഫോളോ ചെയ്യണം. അങ്ങനെ വാട്ടർ ബെൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ചില സ്കൂളുകളിൽ കേട്ടിരിക്കുന്നത് കുട്ടികൾ വെള്ളം കുടിക്കാത്തത് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകേണ്ട വന്നാലോ, ചിലപ്പോ ബാത്റൂം സ്കൂളിൽ അത്ര നീറ്റ് ആയിട്ട് വെച്ചിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ ചില സ്കൂളുകളിൽ അന്വേഷിച്ചപ്പോ ബാത്റൂമിൽ എപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുന്നു, അതുകൊണ്ട് കുട്ടികൾക്ക് പോവാനൊരു മടി. അപ്പൊ അങ്ങനെ പറഞ്ഞ് അത് പിന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുട്ടികൾ ഇങ്ങനെ പിടിച്ചു വെക്കുന്നതിന്റെയും വെള്ളം കുടിക്കാത്തതിന്റെയും കാരണം ഒരു പക്ഷെ അങ്ങനെയുള്ള ചില ടോയ്ലറ്റിന്റെ ക്ലീൻലിനെസ് അങ്ങനത്തെ കാര്യങ്ങളും കൂടി ആയിരിക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പാരന്റ്സിനെയും കുട്ടികളെയും കൂടെ ഇൻവോൾവ് ചെയ്തിട്ട് നമുക്ക് സെമിനാർ കണ്ടക്ട് ചെയ്യാം, ക്ലാസ് എടുത്തു കൊടുക്കാം. നമുക്ക് ആ ഒരു അല്ല, എന്റെ കുട്ടികളൊക്കെ ഒന്ന് പറയും ടോയ്ലറ്റിൽ വെള്ളം പര്യാപ്തമായിട്ടുള്ള വെള്ളം അവർക്ക് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ മൂത്രം ഒഴിക്കാനൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ട് ഇതാന്ന് പറയും. അതെ, അപ്പൊ നമ്മളത് സ്കൂളിൽ അത് അറിയിക്കണം, അതാണ് വേണ്ടത്. പലവട്ടം പറഞ്ഞു, പക്ഷെ അതിന് വേണ്ട ഇതൊന്നും എടുത്തിട്ടില്ല. അതെയോ? ഓ, അത് ശരിയാവില്ലല്ലോ. അത് പറയണം, അത് കുട്ടികളുടെ റൈറ്റ്സ് അല്ലേ, നല്ല നീറ്റ് ആയിട്ടുള്ള പ്രെമിസസ് സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കൊടുക്കുന്നത്.
ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് സെമിനാർ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു ശരിക്കും ഞങ്ങൾക്ക് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വേൾഡ് ന്യൂട്രീഷൻ ഡേ ആണ്, നിങ്ങളുടെ സ്കൂളിലാണ് ആ ദിവസം. അപ്പോൾ പാരന്റ്സിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യാം. അങ്ങനെ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തും, അത് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരുന്നു. അന്ന് എക്സാം സെന്ററിൽ പോയിട്ട് പരീക്ഷ എഴുതുവാണല്ലോ, അതുപോലെ ഓൺലൈൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാം ഓൺലൈൻ തുടങ്ങി. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ വേൾഡ് ന്യൂട്രീഷൻ ഡേ ആ ഒരു ദിവസം പാരന്റ്സിനും കുട്ടികൾക്കും അതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കണം. നമുക്ക് ശരിക്കും എന്താ നമ്മുടെ തീം അപ്പൊ വരുന്നത്, ന്യൂട്രീഷ്യസ് ഫുഡ് എസെൻഷ്യൽ ആണ് നമ്മളുടെ ലൈഫിന്, നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത് ബാലൻസ്ഡ് ഫുഡാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ കഴിക്കണം, ഏതെല്ലാം പ്രോഡക്ട്സ് നിന്ന് കിട്ടും. പല ടൈപ്പ് ആൾക്കാരുണ്ടല്ലേ, വെജിറ്റേറിയൻസ് ഉണ്ട്, നോൺ വെജിറ്റേറിയൻസ് ഉണ്ട്. വെജിറ്റേറിയൻസിൽ തന്നെ പ്യുവർ വെജിറ്റേറിയൻസ് ഉണ്ട്, മുട്ട മാത്രം കഴിക്കുന്ന വെജിറ്റേറിയൻസ്, ഫിഷ് മാത്രം കഴിക്കുന്ന ബിസ്ക്കറ്റോറിയൻ, അങ്ങനെ ഒരു ഗ്രൂപ്പും കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ 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 പല പല കാറ്റഗറിയിൽ ആൾക്കാരുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോ, നിങ്ങളിപ്പോ ഫുഡ് ന്യൂട്രീഷൻ അതിനകത്ത് പഠിച്ചിട്ടുണ്ടാവും, എത്രത്തോളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കണം, കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കണം, അയൺ അടങ്ങിയത് കഴിക്കണം, മിനറൽസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. നമ്മുടെ ബോഡിക്ക് ഫാറ്റ് ആവശ്യമാണ്, നമ്മുടെ ബോഡിക്ക് കാർബോഹൈഡ്രേറ്റ്സും ആവശ്യമാണ്. ഇതെല്ലാം ആവശ്യമാണ്, എസെൻഷ്യൽസ് ആണ്. ഇതെല്ലാം നമ്മൾ എങ്ങനെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തും. ഓരോ നാട്ടിലെ ഫുഡ് കൾച്ചർ ഡിഫറെന്റ് ആണ്, ഓരോരുത്തരുടെ ടേസ്റ്റും ഇൻട്രസ്റ്റും ഡിഫറെന്റ് ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇതെങ്ങനെയെല്ലാം കൊടുക്കും. ഇപ്പോ വെജിറ്റേറിയൻസ് ഒരു പ്രോട്ടീനിന് വേണ്ടിയിട്ട് അവർ പയർവർഗ്ഗങ്ങൾ, ആ ഒരു ഫാമിലി പൾസസിന്റെ ഫാമിലിനെ ആയിരിക്കും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ അവർ കേർഡ്, അത് തൈര് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിക്കുമായിരിക്കും. നോൺ വെജിറ്റേറിയൻസിനാകുമ്പോൾ ഓപ്ഷൻസ് കൂടുതലാണ്, പ്രോട്ടീൻ കണ്ടന്റ് ഫുഡ് ഒക്കെ കഴിക്കാനായിട്ട് ഓപ്ഷൻസ് കൂടുതലാണ്. അങ്ങനെയൊക്കെ. പിന്നെ ചില വീഗൻസ് കേട്ടിട്ടുണ്ടാവും. ആരാ വീഗൻസ്? നമ്മുടെ ഫിലിം സ്റ്റാർ പാർവതി തിരുവോത്ത് ഒരു വീഗനാണ്. വീഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനിമൽ ആയിട്ട് റിലേറ്റ്, അനിമൽ ബേർഡ്സോ വാട്ടെവർ ആയിട്ടുള്ള, അവർ പ്യുവർ വെജിറ്റേറിയൻസ് ആയിരിക്കും. അനിമൽ പ്രോഡക്ട്സ് പോലും കഴിക്കില്ല. അതായത് തൈര്, വെണ്ണ, പാല്, ഇതെല്ലാം അനിമൽസിൽ നിന്ന് കിട്ടുന്നതാണല്ലോ, ഇതുപോലും അവർ കഴിക്കില്ല എന്നാ പറയണത്. അപ്പൊ അങ്ങനെ. പിന്നെ അത് മാത്രമല്ല, അവർ യൂസ് ചെയ്യുന്ന ആക്സസറീസ്, ചെരുപ്പ്, ബാഗ്, പേഴ്സ്, അങ്ങനത്തെ സാധനങ്ങൾ, ഡ്രസ്സ്, അങ്ങനത്തെ സാധനങ്ങളൊന്നും അനിമൽസിന്റെ സ്കിന്നോ അങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, അങ്ങനത്തെ ഒന്നും അവർ ഉപയോഗിക്കില്ല. അതാണ് വീഗൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് പലപ്പോഴും അവരുടെ ഫുഡ് ഹാബിറ്റ്സും അതുപോലെയാണല്ലോ, ഒന്നും ഡയറി പ്രോഡക്ട്സ് ഒന്നും അവർ എടുക്കുന്നില്ല, കേടൊന്നും കഴിക്കുന്നില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ഡെഫിഷ്യൻസീസ് ഉണ്ടാവും, കുറവുകളായിരിക്കും. ഈ പല ഏരിയയിലും അവർക്ക് കുറവുകൾ ഉണ്ടാവും. അവരുടെ അപ്പൊ ആരോഗ്യത്തിനെ അത് ബാധിക്കും. അങ്ങനെ വരുമ്പോൾ ഡോക്ടേഴ്സ് വീഗൻ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സപ്ലിമെന്റ്സ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ പ്രോട്ടീൻ വേണം, ഡെഫിഷ്യന്റ് ആണെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ് വരുന്ന രീതിയിലുള്ള സപ്ലിമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇൻസൈഡ് ദ സ്കൂൾ ആയിരുന്നു. അപ്പൊ അതുമായി കണക്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ പോയി. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഇതിനകത്തേക്ക്? എന്റെ മോള് പഠിക്കുന്ന സ്കൂളിലെ ലിപ്സ്റ്റിക്ക് എന്താ ഭയങ്കര കർശനമായിട്ട് നിരോധിച്ചിരിക്കണം. അതുകൊണ്ട് മാരകങ്ങളൊക്കെ വരുന്നുണ്ട് ഇറങ്ങാണ്ട്. എന്നാലും കുട്ടികളുടെ ഇപ്പൊ പിന്നെ മെസ്സേജ് വിട്ടിട്ടുണ്ട്, ഇനി എന്താ കണ്ടിട്ടുണ്ടായിരുന്നു, കർശനമായിട്ട് നടപടി എടുക്കും പറഞ്ഞാണ്ട് മെസ്സേജ് വിട്ടിട്ടുണ്ട് ടീച്ചർ. അത് ഹെൽത്തിനെ ബാധിക്കുന്നതുകൊണ്ടാണോ? എന്റെ മോളുടെ സ്കൂളിലും എല്ലാം അങ്ങനെ തന്നെയാ മിസ്സേ. കുട്ടികളെല്ലാം ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് എല്ലാരും വേഗം ടീച്ചേഴ്സ് ചെക്ക് ചെയ്യും. ഇഷ്ടംപോലെ ഓർണമെന്റ്സ് ഒന്നും അവർക്ക് ഇടാൻ പാടില്ല. അപ്പൊ അവർക്ക് ഇഷ്ടംപോലെ ഓർണമെന്റ്സും ലിപ്സ്റ്റിക്കും പിന്നെ മേക്കപ്പ് സെറ്റും ഇതൊക്കെ കിട്ടും. എല്ലാരുടെ ബാഗിലും, എല്ലാ കുട്ടികളുടെ ബാഗിലും ഇതെല്ലാം ഉള്ള. കുട്ടികൾക്ക് അറിയാം അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, ക്യാൻസർ ഒക്കെ വരും എന്നുള്ളത് അറിയാം. എന്നാലും കുട്ടികൾ വിചാരിക്കുന്ന ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാലേ എനിക്ക് സൗന്ദര്യം ഉണ്ടാവും എന്നുള്ള ഒരു ഭാവമാണ് അവർക്ക്. അത് എത്ര ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞിട്ടൊന്നും മാറുന്നില്ല. അതെ, ഇപ്പത്തെ മക്കളൊക്കെ കൊണ്ടുപോവാണ്, എന്നിട്ട് സ്കൂളിൽ നിന്ന് ഇന്റർവെല്ലിനൊക്കെ പിന്നെയും ഇടുക. അതൊക്കെ ടീച്ചർമാര് പറയുന്നത്. എന്റെ മോള് പഠിക്കുന്ന സ്കൂളില് ആഴ്ചയില് ഒരു ദിവസം ഓരോ ബെഞ്ചുകാര് ന്യൂട്രീഷൻ ഫുഡ് വീട്ടിൽ നിന്ന് അമ്മമാരുടെ അടുത്ത് ഉണ്ടാക്കി കൊടുത്തയക്കാൻ പറയും. അങ്ങനെ ഇപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ്, ഒരിക്കൽ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ചെറുപയറും കോൺഫ്ലോറൊക്കെ വെച്ചിട്ട്
നമ്മൾ കിണ്ണത്തപ്പം പറയില്ലേ, ഇത് കേക്ക് പോലെ കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ ആഴ്ചയിൽ എല്ലാ ദിവസവും ഓരോ ബെഞ്ച് റൊട്ടേറ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് അപ്പൊ കുട്ടികൾക്ക് പുതിയ പുതിയ ഫുഡ്സിനെ കുറിച്ചും അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ അങ്ങനെ കഴിക്കും. നമ്മൾ വീട്ടിലത് ഉണ്ടാക്കി അവർ തിന്നില്ല. എല്ലാരും കൂടി ആവുമ്പോ ഒരു 10-40 പിള്ളേരുണ്ട്. ടീച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും പലതരത്തിലുള്ള ഫുഡായിരിക്കും. ടീച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കും. ടീച്ചറും കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഒരു മെത്തേഡ് കൊണ്ടുവന്നിട്ടുണ്ട് അവര്. വെരി ഗുഡ്. അതൊന്നൊരു നല്ല കാര്യം. കുട്ടികൾ എല്ലാരും കൂടി ആവുമ്പോൾ എല്ലാരും കൂടി ഇരുന്ന് കഴിക്കുകയും ചെയ്യും. ആ ഒരു ദിവസമെങ്കിലും എല്ലാവരുടെ ഉള്ളിലും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത്, വീട്ടിൽ ചിലപ്പോൾ കഴിക്കുന്നത് കുറവായിരിക്കാം, സ്കൂളിൽ കൊണ്ടുവരുന്നത് കഴിക്കുന്നത് കുറവായിരിക്കും. ഇങ്ങനെയാകുമ്പോൾ അതൊരു നല്ല ആക്ടിവിറ്റി ആയിട്ട് തോന്നുന്നു. അപ്പൊ മറ്റുള്ളവർ അതുപോലെ ഇപ്പൊ എന്റെ മോന് ഇപ്പൊ LKG-യിലുണ്ട്. അപ്പൊ അവന്റെ സ്കൂളിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ജങ്ക് ഫുഡ്, അതായത് ബ്രെഡും പിന്നെ ജാം അങ്ങനത്തെ പിന്നെ ബേക്കറി ഐറ്റംസ് ഇതൊന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് കൊടുക്കൂല, നിർബന്ധമായിട്ടും കൊടുക്കൂല. ഹെൽത്തി ഫുഡ് കൊടുത്തയച്ചാൽ മാത്രമേ കുട്ടിക്ക് കൊടുക്കുള്ളൂ. രക്ഷിതാക്കൾക്ക് കർശനമായിട്ടുള്ള വാർണിംഗും കൊടുക്കുക. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാം, പിന്നെ ഹെൽത്തി ഫുഡും. അല്ലാണ്ട് ബേക്കറി ഐറ്റംസും ബ്രെഡ് ജാം പിന്നെ സ്നാക്സ് ഇല്ലേ നമ്മളെ ഇതെല്ലാം ലേസ് അങ്ങനത്തെ എല്ലാം ഭയങ്കര കർശന നിരോധനം. അതേപോലെ തന്നെ അവർ തിരിച്ചു കൊടുത്തയക്കുക ചെയ്യുക. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. നമുക്കും സ്കൂളിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എനിക്ക് എന്ത് ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഔട്ട്സൈഡ് ദ സ്കൂൾ. ഇനി ഒന്നും ആഡ് ചെയ്യാനില്ലല്ലോ. ഇൻസൈഡ് സ്കൂളിൽ നമുക്ക് ഇത്രയൊക്കെ തന്നെ ധാരാളം അല്ലെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി സ്കൂളിന് പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്, നമ്മൾ താമസിക്കുന്ന ആ ഒരു സൊസൈറ്റി, കമ്മ്യൂണിറ്റി, ഈ രണ്ട് ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ ഔട്ട്സൈഡ് ദ സ്കൂൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് നോക്കുക. അത് ഫുൾ വായിക്കാം. 5 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതലായി എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. യെസ്, ഞാൻ വായിക്കാം മിസ്സേ. Outside the school. Standard of living. If the standard of living of the society is high, the health and hygiene of the people can be untouched. It should be the cooperations of the society and the government to raise the standard of living of the people. Second, sanitations and hygiene. Sanitations and hygiene of the city or village is very important. If the city is dirty and the premise of the school is not cleaned, children cannot escape falling prey to disease. Third one, food and cloth. Food provided to children should be healthy and clothes they put on should be neat and clean. Such children remain healthy at school. Clothes should be neither too tight nor too loose. Fourth one, house. The locations and plan of the house have a good role in keeping the health of the people in good. Ventilation and sunlight is necessary. Atmosphere should be neat and free from unhealthy conditions. Fifth one, interior. The interior should be kept neat and clean for the children to be free from unhealthy situations. സോ ഔട്ട്സൈഡ് ദ സ്കൂൾ, നമ്മളുടെ വീട്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ നൈബർഹുഡ്, നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി, റെസിഡൻസ് അസോസിയേഷൻ ആണെങ്കിൽ അങ്ങനെ. അപ്പൊ നമ്മുടെ ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല, അത്ര ഹൈജീൻ അങ്ങനെ ഇഷ്യൂസ് ഒന്നും നമ്മൾ കാണുന്നില്ല. അത്ര ചേരി പ്രദേശം പോലെയൊന്നും ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ അധികം ഇല്ല അല്ലെ. അതേസമയം വേറെ നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് അതുപോലുള്ള സ്ലം ഏരിയകൾ. പക്ഷെ നമ്മുടെ ഇവിടെ മൈഗ്രൻസ്, പുറത്തുനിന്ന് നാടോടികളൊക്കെ വന്ന് അവർ ജീവിക്കുന്ന ചുറ്റുപാടും ചിലപ്പോ പ്രത്യേകിച്ച് മഴക്കാലൊക്കെ വരുമ്പോൾ കുറച്ച് അൺഹൈജീൻ ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് പോകാറുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷന്റെ പരിസരങ്ങളിലും ഇതുപോലെ തന്നെ അൺഹൈജീൻ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വളരെ കുറവ് സ്ഥലങ്ങളിൽ കാണാം. അത് നമുക്ക് ശരിക്കും അതോറിറ്റീസിന് പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാശുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ, അതല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമ്മൾ നമ്മുടെ ഒരു വീട്ടിലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നല്ല രീതിയിലാണ്. നമ്മളെല്ലാം ഹെൽത്ത് ഹൈജീൻ എല്ലാം നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നു. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ അതർ പേഴ്സണൽ ഹാബിറ്റ്സ് എല്ലാം നല്ല രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ വീട്ടിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് നല്ലതായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ആ രീതിയിലൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. അങ്ങനെ ഓരോ സൊസൈറ്റിയിലെ എല്ലാ ആളുകളും അങ്ങനെയാണെങ്കിൽ ആ സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തന്നെ നന്നാവും.
ഇനി സൊസൈറ്റി അങ്ങനെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആ ഒരു സൊസൈറ്റിയിലെ ആളുകൾക്ക് വേണമെങ്കിൽ അത് അവർക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. ലോക്കൽ അതോറിറ്റീസിന്റെ, ഗവൺമെന്റിന്റെ സഹായം തന്നെ വേണം. വേസ്റ്റ് മാനേജ്മെന്റ്, നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നു, എല്ലാം ചെയ്യുന്നു, ചുറ്റുപാടും എല്ലാം വൃത്തിയായി അങ്ങനെ എല്ലാ വീട്ടുകാരും ചെയ്യുന്നു. പക്ഷെ നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് അതിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പ്രൊവിഷൻ ഇല്ല. അത് വന്ന് കളക്ട് ചെയ്ത് പോകാനായിട്ട് ആളില്ല. അത് ശരിയായ രീതിയിൽ ഡിസ്പോസ് ആകുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ ബാധിക്കും. അപ്പൊ ഗവൺമെന്റ് അതിനുള്ള സ്റ്റെപ്സ് എടുക്കുമ്പോൾ മാത്രമാണ് ആളുകൾക്ക് ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ, കോവിഡ് സമയത്ത് കേട്ടതാണ് സാനിറ്റേഷനെ കുറിച്ചിട്ട്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം മുഴുവൻ സാനിറ്റൈസ് ചെയ്തു, കയറിയ ആംബുലൻസ് സാനിറ്റൈസ് ചെയ്യുന്നു, അയാൾ കയറിയ സൂപ്പർ മാർക്കറ്റ് സാനിറ്റൈസ് ചെയ്യുന്നു, തിയേറ്റർ സാനിറ്റൈസ് ചെയ്യുന്നു, അങ്ങനെ കുറെ സാനിറ്റൈസേഷനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സാനിറ്റൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് സിറ്റി ആണെങ്കിലും വില്ലേജ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിറ്റി ഡേർട്ടി ആണെങ്കിൽ സ്കൂളിന്റെ പ്രമൈസസ് ആ ഒരു ഏരിയയിലാണ് വരുന്നതെങ്കിൽ ആ സ്കൂളിലുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ ഉണ്ടാകും. അങ്ങനെ അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ മിസ് നമ്മളെ വീട്ടിലും ഇതിപ്പോ എന്താ പറയാ, ചിക്കൻ ബോക്സ്, മീസിൽസ്, പിന്നെ അങ്ങനത്തെ അങ്ങനെയല്ലേ ഇല്ല, 5-ാം പനിയും, പിന്നെ അത് ഒരു സാധാരണ ഫീവർ ആണെങ്കിൽ പോലും വീട്ടിലിപ്പോ രണ്ട് മൂന്ന് ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഇതുപോലെ ഫ്യൂമിക്കേഷൻ ചെയ്യുന്ന നല്ലതാ. അന്നേരം അല്ലെങ്കിൽ അതിന്റെ വൈറസ് ഇങ്ങനെ ജനാലെല്ലാം ആദ്യം അടച്ചിട്ടതിന് ശേഷം ഒന്ന് എല്ലാവരുടെയും ഒന്ന് ചകരി, വീട്ടിലെല്ലാം നമുക്കിപ്പോ അതല്ലേ ചെയ്യാൻ പറ്റും. ചകരിയിൽ കുന്തിരിക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് പുക കൊള്ളിച്ചതിന് ശേഷം ഒരു 1 മണിക്കൂർ കഴിഞ്ഞതിന് എല്ലാം ഒന്ന് തുറന്നിടുവാണെങ്കിൽ ഈ അണുക്കളെല്ലാം അങ്ങ് നശിച്ചു പോകും. നമ്മൾ ഫ്യൂമിക്കേഷൻ ചെയ്യൂല അതേപോലെ. പുക കൊടുക്കുന്നു അല്ലെ, കുന്തിരിക്കം എല്ലാം ഇട്ടിട്ട് ഒരു പുക കൊടുക്കുമല്ലോ. കുട്ടികളൊന്നും വീട്ടില് സ്കൂളിലെല്ലാം പോകുന്ന ടൈമിന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് നല്ലൊരു അന്തരീക്ഷം കിട്ടും വീട്ടില്, നല്ല ഫ്രഷ്. എപ്പോഴും ഇങ്ങനെ എന്താ പറയാ, കൊതുകിന്റെ ഭയങ്കരമായിട്ട് കൂടുമ്പോ അമ്മ ഇങ്ങനെയൊന്ന് പുകയ്ക്കുന്നതാണ്. ഞാൻ അല്ലാത്തൊരു സാധനം ഇങ്ങനെ വാങ്ങിച്ച് ഈവനിങ് ടൈമിൽ അങ്ങനെ പുകയ്ക്കാറേ ഉള്ളൂ. പിന്നെ മിസ്സേ ചില വീട്ടില് ജനാലയൊന്നും തുറക്കുകയില്ല, അത് അടച്ചിട്ടാൽ ഇട്ടെടുത്താ. നമ്മൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ജനാല വെക്കുന്നതിന് നെഗറ്റീവ് എനർജീനെ നമ്മൾ പുറത്ത് കളഞ്ഞിട്ട് പോസിറ്റീവ് എനർജി നമ്മൾ എങ്ങനെയായാലും രാവിലെ ഒരു 1/2 മണിക്കൂർ നിർബന്ധമായും തുറന്നിടണം. അതെ അതെ, അത് ശരി തന്നെ പറഞ്ഞത്. കാരണം നിറയെ സൺലൈറ്റ് കയറും. സൺലൈറ്റ് ശരിക്കും ഒരു അണുനാശനം ചെയ്യുന്ന ഒരു ഏജന്റ് തന്നെയാണ്. ഒരു എന്താ പറയാ, നമുക്ക് ആന്റിസെപ്റ്റിക് ലോഷൻ ഒക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന പോലെയാണ് വീടിനകത്തേക്ക് സൂര്യപ്രകാശം നല്ല രീതിയിൽ കിടക്കുകയാണെങ്കിൽ. പിന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഫുഡ് നല്ല ഹെൽത്തി ആയിരിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജങ്ക് ഫുഡ് വേണ്ട, ന്യൂട്രീഷ്യസ് ഫുഡ് നമുക്ക് മതി. അതുപോലെ തന്നെ അവര് ധരിക്കുന്ന ക്ലോത്ത്സ്, അവരുടെ ഡ്രസ്സ് നല്ല നീറ്റും ക്ലീനും ആയിരിക്കണം. അങ്ങനെയുള്ള കുട്ടികളെ ഹെൽത്തി ആയിരിക്കും സ്കൂളില്. ക്ലോത്ത് അവരുടെ അളവിനുള്ള ക്ലോത്ത് തന്നെയായിരിക്കണം. ഭയങ്കര ടൈറ്റ്, ഭയങ്കര ലൂസും ആവരുത്. പലപ്പോഴും ചേട്ടന്റെ ഡ്രസ്സ് അല്ലെങ്കിൽ ചേച്ചിയുടെ ഡ്രസ്സൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്, അത് കുട്ടിക്ക് ഭയങ്കര ലൂസും ആയിരിക്കും. കുട്ടിയുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഡ്രസ്സ് വരേണ്ടത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഡ്രസ്സ് നല്ല നീറ്റ് ആയിരിക്കണം. വല്ലാതെ ടൈറ്റ് ആയിരുന്നാൽ അവന് അസ്വസ്ഥതയാണ്, ലൂസ് ആയിരുന്നാൽ അവന് ബുദ്ധിമുട്ട്, അപ്പോഴും ബുദ്ധിമുട്ട് കൂടും. കറക്റ്റ് അളവിലുള്ളത്. വീടും നല്ലൊരു ഏരിയ തന്നെ ആയിരിക്കണം. അത് ആളുകളുടെ ഹെൽത്തിനെ വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വീടിന്റെ ലൊക്കേഷൻ. അപ്പൊ നമുക്ക് നല്ല വെന്റിലേഷനും സൺലൈറ്റും അത്യാവശ്യമാണ്. കാറ്റും വെളിച്ചവും നിറയെ കേൾക്കണം. അറ്റ്മോസ്ഫിയർ വളരെ നീറ്റും അൺഹെൽത്തി കണ്ടീഷൻസ് ഒക്കെ ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം നമ്മളുടെ വീട്ടിലുണ്ടാകേണ്ടത്. ഇന്റീരിയർ എപ്പോഴും നല്ല നീറ്റും ക്ലീനുമായിട്ട് കുട്ടികൾക്കുള്ള ഇന്റീരിയർ സൂക്ഷിക്കണം. അൺഹെൽത്തി കണ്ടീഷൻസിൽ നിന്ന് അതിനെ ഒഴിവാക്കി നിർത്തിയിട്ട് അതിലേക്ക് കൊണ്ടുപോകരുത്. ഇന്റീരിയർ ഡസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഡസ്റ്റ് ഒക്കെ നല്ല തുടച്ച് നല്ല ക്ലീൻ ആക്കി ഇടണം. ഇതാണ് നമ്മൾ ഇൻസൈഡ് സ്കൂളും ഔട്ട്സൈഡ് സ്കൂളും നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? യെസ്, ഇല്ല. പക്ഷെ കുട്ടികളെ ഒരു 1/2 മണിക്കൂറെങ്കിലും, അതായത് ഒരു ലൈറ്റ് ആയിട്ടുള്ള വെയില് രാവിലത്തെ സമയത്ത് ഉണ്ടാവുമല്ലോ, ആ സമയത്ത് കുട്ടികളെ പുറത്തൊക്കെ ഇറക്കി ഒന്ന് കളിപ്പിക്കുകയാണെങ്കിൽ അതെല്ലാം ഒരു നല്ല കാര്യം. കാരണം വെയില് മെയിനായിട്ട് കുട്ടികൾക്ക്
വൈറ്റമിൻ ഡി അല്ലേ അത് കുട്ടികളെ എല്ലുകൾക്കെല്ലാം കാരണം കൂടുതൽ ടൈമും കുട്ടികൾ സ്കൂളിലാണ് ഉണ്ടാകുക. വീട്ടിൽ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. വീട്ടിലുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ വീടിന്റെ അകത്തുനിന്ന് കളിക്കുന്ന കുട്ടികളായിരിക്കും. അത് എനിക്കൊരു സജഷൻ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. സ്കൂളിന്റെ റോൾ എന്താണ്? കുട്ടികളുടെ ഹെൽത്ത് എഡ്യൂക്കേഷന് സ്കൂളിന്റെ റോൾ എന്താണ്? സ്കൂളിൽ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നു അല്ലെ, ലേണിംഗ് കിട്ടുന്നുണ്ട്. അവർ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ആ ലേണിംഗ് പ്രോസസ് നല്ല രീതിയിൽ പോകുമ്പോഴാണ് അതെല്ലാം അവരുടെ തലയിലേക്ക് സ്റ്റോർ ആവുന്നത്. അപ്പൊ അവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചൊരു അവയർനെസ് കിട്ടുവാണെങ്കിൽ, അതും അവർക്ക് നല്ല പ്രോപ്പറായിട്ട് അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതിന്റെ താഴെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ആരോ മാർക്കിട്ട് പോയിന്റ്സ് കൊടുത്തേക്കണേ. ആ ആരോ മാർക്കിട്ട് പോയിന്റ്സ് കൊടുക്കുന്ന ആ എല്ലാ പോയിന്റ്സും ഉൾപ്പെടെ അവിടെ വരുന്നു. ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യും. The roles of school in health education. Schools have a vital role to play in developing health alertness among the children. The sense of hygiene or well-being should last in the whole life of the individual. Schools should assert on cleanliness and neatness along with a sense of hygiene. The school should help to develop essential habits of health. They include washing hands and mouth before and after having. Keep personal hygiene by maintaining neatness and cleanliness. Regular toilet habits. Brushing teeth twice a day. Using the toilet properly. Washing oneself whenever necessary, especially after playing, journey, etc. Also developing these habits, the school must take care in providing children with healthy, balanced food. Developing social habits of eating, drinking, using public places, etc. ഓക്കെ, താങ്ക് യു. സ്കൂളിന്റെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്കറിയാം. കാരണം ഒരു 3 years കഴിയുമ്പോൾ തന്നെ കുട്ടികൾ പുറത്തേക്ക് സ്കൂളിലേക്ക് പോയി തുടങ്ങും. കുറെ കാര്യങ്ങൾ അവർ അറിയും, കുറെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കും, കുറെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കും. അതൊക്കെ ശരിയായ രീതിയിലാകുമ്പോൾ അത് അവരുടെ ഉള്ളിൽ നല്ലൊരു അറിവായിട്ട് തന്നെ ഇരിക്കും. സ്കൂള് അത് നല്ല ഹെൽത്തി ഹാബിറ്റ്സ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. അതില് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും നല്ലതുപോലെ കൈ കഴുകുക. ആ ഒരു ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് അതിന്റെ പോസ്റ്റർ ചെയ്യാൻ പറഞ്ഞിരുന്നോ? അല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് കോവിഡ് സമയത്താണ് നമ്മൾ ആ പോസ്റ്റർ കൂടുതൽ കണ്ടിട്ടുള്ളത്. അതിന് മുമ്പ് ഉണ്ടായിരുന്നു കാണും. പക്ഷെ നമ്മൾ എങ്ങനെ കൈ കഴുകണം, നല്ലപോലെ റബ്ബ് ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ. ചില പാട്ടുകൾ വരെ ഇറങ്ങി, ചില വീഡിയോ വരെ ഇറങ്ങി എങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടേതായ രീതിയിൽ ഇഷ്ടമുള്ള ഇന്നോവേറ്റീവ് ആയിട്ട് ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ ചാർട്ടിൽ ഒട്ടിച്ചാൽ മാത്രം. ആക്ടിവിറ്റിയാണ്, അസൈൻമെന്റ് അല്ല, സബ്മിറ്റ് ചെയ്യേണ്ട. അപ്പൊ അത് നല്ല രീതിയിൽ അത് ഒട്ടിക്കോ വരയ്ക്കോ അതൊക്കെ അപ് ചെയ്യൂ. അത് ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് നമുക്ക് കിട്ടും. നല്ല ഇന്നോവേറ്റീവ് ആയിട്ട് കൂടെ പറയാമോ? കേട്ടില്ല. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് സ്റ്റെപ്പി നമ്മൾ കൈ എങ്ങനെ കഴുകണം. നമ്മൾ ആ കോവിഡ് സമയത്ത് നമുക്ക് അതിന്റെ കുറെ പിക്ചേഴ്സും വീഡിയോസും അങ്ങനെയുള്ള അവയർനെസ് കിട്ടിയിരുന്നു. കൈ എങ്ങനെ കഴുകണം, ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ്. അത് ചാർട്ട് പേപ്പറിൽ പിക്ചർ ഒട്ടിച്ചാൽ മാത്രം മതി. ആ ഓർഡറിൽ ഫസ്റ്റ് ഇത് ചെയ്യണം, സെക്കൻഡ് ഇത് ചെയ്യണം എന്നൊക്കെ ഒരു ഓർഡർ ഉണ്ടല്ലോ. ആ ഒരു ഓർഡറിൽ പിക്ചർ ഒട്ടിച്ചാൽ മതി. നിങ്ങൾക്ക് വരയ്ക്കാനാണ് താല്പര്യമെങ്കിൽ വരയ്ക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാം അപ് ടു യു. ചാർട്ട് പേപ്പറിൽ ചെയ്യണല്ലേ മിസ്സേ? ചാർട്ട് പേപ്പറിൽ. ഓക്കെ. നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളെ കാണിച്ചു കൊടുക്കാം. അതല്ല ചെറിയ ചെറിയ എന്താ പറയാ കട്ടിയുള്ള ബോർഡിൽ അത് ഒട്ടിച്ചിട്ട് സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ കാണിച്ചാലും ഓരോരോ നമ്പർ കൊടുത്തിട്ട് ഫസ്റ്റ് ഇത് സെക്കൻഡ് ഇത് കുട്ടികളെ നിരത്തി പിടിച്ച് നിർത്തിയിട്ട് ഓരോരുത്തരുടെ കയ്യിൽ ആ ഓർഡർ അനുസരിച്ച് സ്റ്റിക്ക് കൊടുത്തിട്ട് അവരെ മുന്നോട്ട് ആദ്യം ചെയ്യേണ്ട അങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റീവായി ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. ആലോചിച്ചു. ഓക്കെ. പിന്നെ നീറ്റ്നെസ്സും ക്ലെൻലിനെസ്സും മെയിൻറ്റെയിൻ ചെയ്യുക. പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യുക. റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്. ചാർട്ടിൽ തന്നെ ഒട്ടിക്കണം ഉണ്ടോ? ചാർട്ടിൽ തന്നെ ചെയ്യാനാണോ? ആ ചാർട്ടിലും നോട്ട്ബുക്കിൽ ഒട്ടിച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴേ ഈ നോട്ട്ബുക്ക് പിടിച്ച് നമ്മൾ ഓരോരോ കുട്ടിയുടെ അടുത്ത് ചെല്ലുന്നതിന് നല്ലത് ചാർട്ടിൽ ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്ത് കാണിക്കാം. അപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റും.
അതല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വലിയ കാർഡ്ബോർഡ്, കുറച്ചുകൂടെ നമ്മുടെ കയ്യിനേക്കാൾ വലുപ്പത്തിലുള്ള വലിയൊരു, ഏകദേശം ഒരു ഇത്രയും വരുന്നത്, ഇങ്ങനെ A4 പകുതി ആക്കിയിട്ടുണ്ട് കേട്ടോ. അതൊരു സ്ക്വയർ ആകുന്ന രീതിയിൽ ആ പേപ്പർ പിടിച്ചു കഴിഞ്ഞാൽ അത്രയും വരുന്ന വലുപ്പത്തിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഒട്ടിച്ചിട്ട് ഒരു സ്റ്റിക്കിൽ അത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിൽ കൊടുക്കാം. കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കാം. അവരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു ആക്ഷൻ സോങ് കൂടെ ക്രിയേറ്റ് ചെയ്ത് അതുവഴിയോ കഥ പോലെയോ ആദ്യം കുഞ്ഞുങ്ങളെ നിരത്തി നിർത്തിയിട്ട് ഓർഡറിൽ നിർത്തിയിട്ട് ഫസ്റ്റ് ഏതാ കുട്ടിയാന്ന് വെച്ചാൽ കുട്ടി മുന്നോട്ട് വന്നിട്ട് എല്ലാവരുടെ അടുത്തും ഇതിങ്ങനെ അവരുടേതായ ഒരു ബോഡി ലാംഗ്വേജിൽ ഒരു ഋതത്തിൽ കാണിച്ചു കൊടുക്കാം. അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ പല്ല് തേക്കുന്നത്, ടോയ്സറി, അത് മാത്രമല്ല ഭക്ഷണം കഴിഞ്ഞ് നല്ലപോലെ കയ്യും വായും കഴുകണം എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ യൂസിങ് ദി ടോയ്ലറ്റ് പ്രോപ്പർലി, നമ്മൾ വൺസ് യൂസ് ചെയ്ത് തിരിച്ചിറങ്ങുമ്പോൾ നല്ലപോലെ ക്ലീൻ ആക്കണം. കാരണം അതിനുശേഷം കയറുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. പിന്നെ പുറത്ത് കളിക്കാനോ യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും കുളിക്കുക. അഥവാ കുളിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ കൈയും കാലും മുഖമെങ്കിലും നല്ലപോലെ കഴുകണം. ഈ ഹാബിറ്റ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യണം. സ്കൂൾ അതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് അങ്ങനെ ഹെൽത്തി ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് എല്ലാം സപ്പോർട്ടും കൊടുക്കണം. പിന്നെ അവർക്ക് ഹെൽത്തി ബാലൻസ്ഡ് ഫുഡ് പ്രൊവൈഡ് ചെയ്യണം, നോൺ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളാണെങ്കിൽ. പിന്നെ സോഷ്യൽ ഹാബിറ്റ്സ് ലൈക്ക് ഈറ്റിംഗ്, ഡ്രിങ്കിങ്, പബ്ലിക് പ്ലേസസ് യൂസ് ചെയ്യുന്നത്, അതെല്ലാം നമ്മളിപ്പോ ഒരു പുറത്തൊരു ഫംഗ്ഷന് പോകുമ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത്, അത് അവർ പാലിക്കേണ്ട ചില മര്യാദകളുണ്ടല്ലോ. ഫുഡ് വെറുതെ വേസ്റ്റ് ആക്കുക, ഫുഡ് കഴിക്കുന്നത് വൃത്തിയേടാക്കുക, വെള്ളം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള സോഷ്യൽ ഹാബിറ്റ്സ്, പുറത്തുപോയി അവർ ഭക്ഷണം കഴിക്കുമ്പോഴും എന്തെങ്കിലും കുടിക്കുവാണെങ്കിലും ഉള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതാണ് സ്കൂളിന്റെ റോള്. ഈ ഒരു കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തു. നമുക്കിനി വേരിയസ് ഏജൻസീസും പേഴ്സണൽ ഹൈജീനും ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. ഓക്കെ, അപ്പോ നമുക്ക് മൈൻഡപ്പ് ചെയ്യാം, സൈൻ ഔട്ട് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ ആരെങ്കിലും? ഞാനാണ്. ഒരു പാട്ടാണ്. ഇഷ്കിന്നിലാവേ വാ, എന്നിഷ്ടമായ അരികിൽ വാ, ദുഃഖങ്ങൾ അറിയാനായി എൻ കുട്ടിനു നീയും വാ. താങ്ക് യു മിസ്. ഇന്ന് ക്ലാസ് എടുത്ത ജിഷ മിസ്സിന് ഒരുപാട് താങ്ക്സ്. എൻ്റെ കൂട്ടുകാർക്കും താങ്ക് യു. നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പിൽ ഒരു പൊസിഷൻ ഇല്ലായിരുന്നു, ഈ ഗ്രൂപ്പിലല്ലേ? ആ മിസ് ഉണ്ടേനു. ജയദേവോ അതായത് വരും. ആദ്യമേ ഉള്ള ഒരു ഇതേ ഉള്ളായിരുന്നു, പിന്നെ ആളുടെ അനക്കവും ഇല്ല, ആവിയില്ല. കഴിഞ്ഞ ക്ലാസ്സിലുണ്ടേനു. ആണോ? ഉണ്ടായിരുന്നോ? അത് ഗിരീഷ് പറഞ്ഞ ആളാണ്. അതെ. രണ്ടാളുണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും പേരെന്തായിരുന്നോ? ജയദേവോ എന്തായാലും ജയകുമാറോ? ഗിരീഷ്. ഇന്നാള് വന്നത് ഗിരീഷ് പറഞ്ഞ ഒരാളാണ്. പിന്നെ വേറൊരാളും കൂടി ഉണ്ട്. രണ്ടുപേരുണ്ടോ? ഓക്കെ, അവരെ പറഞ്ഞത് രണ്ടാളുണ്ടെന്ന്. അന്വേഷണമൊക്കെ അറിയിക്കും. അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തെങ്കിലും അവരുടെ ഐഡിയാസും താല്പര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യപ്പെടുന്നു എന്നും കൂടെ പറയൂ. കാരണം വെച്ചാൽ നമുക്ക് നിങ്ങൾ ഓരോരുത്തരും പറയുന്നത് നല്ല അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ഒരു ഗ്രൂപ്പിലില്ലേന്ന്. ഒരനക്കവും ഞാൻ കണ്ടിട്ടില്ല. ക്ലാസ്സിൽ കയറുമ്പോ അത് ഒരാള് പറഞ്ഞത് അവരെ മോന് വേണ്ടിയിട്ടാ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തേന്നാ. നമുക്കിപ്പോ ഞാനും ഏകദേശം അതേപോലെ തന്നെയാ മിസ്. മിസ്സിന് ടൈം ഉണ്ടാവില്ല അടുത്ത ക്ലാസ്സിൽ പറയാൻ. അല്ല, ഞാന് എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് പ്രഷർ, കുറച്ചല്ല നല്ലോണം കൂടുതലാ. അപ്പൊ കുട്ടികളോട് നമുക്കിപ്പോ എങ്ങനെയാ പെരുമാറണ്ടേന്നുള്ളതിൽ എനിക്ക് അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ ഇതിൽ നിന്ന് കണ്ടുകൊണ്ടാ ഞാൻ ഒന്നാമത് ഇതിൽ ജോയിൻ ചെയ്തേ. കുട്ടികളോട് ഭയങ്കര പ്രഷറാ. ഇപ്പോ കൊറേ വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാന് കുട്ടികള് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അവരുടെ പാരന്റ്സിനെ കുറിച്ച്. കേൾക്കുമ്പോ നമുക്കതൊരു ചിരി വരുമെങ്കിലും നമുക്കതൊരു ഉള്ളില് ഭയങ്കര ഒരു വേദനയാണ്. ചില കുട്ടികൾ ഇങ്ങനെ നമ്മളിങ്ങനെ പാസ് ചെയ്യുമ്പോഴേക്കും, സ്കൂളിലൊക്കെ പാസ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ, എടാ അവന്റെ അമ്മ ഭയങ്കര ടെററാ പറയണ കേൾക്കും. ഇത് പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി മാം. പറയും. ഞാന് എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ബാംഗ്ലൂരായിരുന്നേ. അപ്പൊ അടുത്തൊരു കുഞ്ഞു സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പൊ വെറുതെ ഇരിക്കണ്ടല്ലോ, അപ്പൊ അവിടെ ചെന്ന് ചോദിച്ചപ്പോഴത്തേനും കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ പഠിപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ എടുത്തപ്പോ പാസ്സായി. അപ്പോ അവിടെ ഒരു കുഞ്ഞ്, ശരൺ എന്നായിരുന്നു അതിന്റെ കുഞ്ഞിന്റെ പേരെന്ന് എന്റെ ഒരു ഓർമ്മ. ആ കുഞ്ഞിന് SA1 എക്സാമിന് മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞ് ഈ അമ്മ, ആ കന്നഡക്കാരാണേ, ഈ അമ്മയാണെങ്കിൽ തേപ്പോട്ടി വെച്ചിട്ട് അതിന്റെ പുറകില് ഇങ്ങനെ 2 പാടുണ്ടേ.
ഞാൻ ഒരു ദിവസം ഇങ്ങനെ പുറകിൽ ഇങ്ങനെ പിടിച്ചപ്പോ ഇങ്ങനെ കരഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ മോനെ എന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞ അമ്മ ഇതുപോലെ മാർക്ക് കുറഞ്ഞതിന് ചെയ്തതാന്ന്. അങ്ങനെയും കുറെ അമ്മമാരുണ്ടല്ലോ എന്ന്. അല്ല, നമ്മൾ ഈ കോഴ്സിന് ചേർന്നപ്പോ നമ്മൾ ഭയങ്കര സൈലന്റ് ആണ്. കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോ നമ്മള് എന്താ പറയണേ ഭയങ്കര ഇതായിട്ട് കാണിക്കുമ്പോ അവരൊക്കെ എന്തോ ആലോചിക്കുന്നേന്ന് ഈ നിമിഷം പറയാൻ തോന്നി എനിക്കങ്ങനെ. ശരി, അങ്ങനെയുള്ള അമ്മമാരുണ്ട്. നമ്മൾ അമ്മ എന്നൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷവും സ്നേഹവും സമാധാനം എന്തൊക്കെയൊക്കെ ആണെന്നായിട്ടുള്ള ധാരണയല്ലേ. പക്ഷെ കുഞ്ഞുങ്ങളോട് ഞാൻ രാവിലെ ചുമ്മാ കുറച്ച് സമയം ഫ്രീ ആയിരുന്നപ്പോ ഒരു മൂവി കണ്ടു. സ്റ്റീഫൻ ആണ്, തമിഴ് മൂവിയാ. ഒരു സീരിയൽ കില്ലർ ഉണ്ടായത് അമ്മയുടെ ക്രൂരമായ പീഡനം. എന്നുവെച്ചാൽ അമ്മ ഭയങ്കരമായി കുട്ടിയെ ചെറുപ്പം തുടങ്ങി ഉപദ്രവിക്കും. കുട്ടിയെ മാത്രല്ല, കുട്ടിയുടെ അച്ഛനെയും ഉപദ്രവിക്കും. ഇത് കണ്ടു വളർന്ന ആ കുട്ടി പിന്നെ ഒരു സീരിയൽ കില്ലറായി മാറുന്നതാണ് ഞാൻ കണ്ട ഒരു മൂവിയാണ്. കണ്ടപ്പോഴേക്കും ഭയങ്കര ഒരു വിഷമം തോന്നി. ഈവൻ ദോ ഇറ്റ്സ് ഒരു മൂവി, ഒരു മൂവി ആണെങ്കിൽ പെൺകുട്ടികളെ മാത്രം പിടിച്ചിട്ട് അവരെ, അതായത് അമ്മയുടെ പീഡനം സഹിക്കാതെ ഈ പയ്യൻ അമ്മയെ കത്തി വെച്ചിങ്ങനെ കുത്തി കൊല്ലുന്ന ആണ്. സീനായിട്ടൊന്നും കാണിക്കുന്നില്ല, നമുക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാകും ബ്ലഡ് ഇങ്ങനെ ഇതാവുന്നത്. അങ്ങനെ തന്നെ അവൻ എല്ലാ പെൺകുട്ടികളെയും കൊല്ലുന്നു. അങ്ങനെ 9 പെൺകുട്ടികളെ കൊന്നു കഴിഞ്ഞിട്ട് അവൻ ചെന്ന് സറണ്ടർ ആവുക പോലീസ് സ്റ്റേഷനിൽ. എന്നിട്ട് അവനെ കാണാനായിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ചെല്ലുവാണ്. അവനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നില്ല, അങ്ങനത്തെ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ആ സൈക്കോളജിസ്റ്റ് അവന്റെ അടുത്ത് ചെല്ലുകയാണ്. എന്താണ് ഇവന്റെ ഒരു മോട്ടീവ്, ഇവൻ എന്തുകൊണ്ട് ഇത് ചെയ്തു, അവന്റെ മാനസിക നില മനസ്സിലാക്കാൻ വേണ്ടി ചെല്ലുക. അപ്പൊ അമ്മയുടെ ക്രൂര പീഡനമാണ് കുട്ടി ചെറുപ്പം തുടങ്ങി അനുഭവിച്ചേക്കുന്നത്. അങ്ങനെയാണ് അവൻ അങ്ങനെ ഒരു സീരിയൽ കില്ലറായി മാറുന്നത്. ആലോചിച്ചു, അതിൽ നിന്ന് കിട്ടേണ്ട പലതും ആ ഒരു വാർത്ത്, ലവ്, അഫെക്ഷൻ, കെയർ, ഒരു സ്നേഹത്തോടുള്ള ഒരു വാക്ക്, ഒരു ഹഗ് ചെയ്യുക, ഒന്ന് കിസ് ചെയ്യുക, അതൊക്കെ. എന്റെ മോൻ 9th പഠിക്കുന്നത്. അവൻ ഉറങ്ങണതിന് മുമ്പ് ഞാൻ അവനെ കെട്ടിപ്പിടിക്കണം, ഉമ്മ കൊടുക്കണം. അതങ്ങനെ കുഞ്ഞിങ്ങനെ അവന്റെ കുഞ്ഞിലേ പോലെ അവന് അത് ഇങ്ങനെ അവൻ എന്തോ ഒരു പോസിറ്റീവ് ഒരു എനർജി കിട്ടുന്ന എന്തോ ഒരു സംഭവം. എക്സാമിന് പോകുന്നതിന് ഇത് തന്നെ. എന്നിട്ട് ഹസ്ബൻഡ് കളിയാക്കും, നീയാണ് അവനെ വഷളാക്കുന്നത്. ചേച്ചി, ഞാൻ എന്താ വഷളാക്കിയേക്കണേ? കുട്ടി വഷളാവാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തില്ല. ആകെ അവൻ വരുമ്പോ നമ്മളിന്ന് ഹഗ് ചെയ്യും, സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുമ്പോ ഹഗ് ചെയ്യും, പോകുന്നതിന് മുമ്പ് ഇത് തന്നെ. അപ്പൊ അവർക്കതൊരു അവരുടെ മാനസിക ആരോഗ്യത്തിനുള്ളൊരു ന്യൂട്രിയൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും വലുതായി എന്ന് കരുതി കുട്ടിയെ നമ്മൾ ഹഗ് ചെയ്യാതിരിക്കുക അതൊന്നുമല്ല. എപ്പോഴും നമ്മുടെ കുട്ടികൾ തന്നെയല്ലേ, അതാണ് അവരെ വളർത്തുന്നത്. ഒരു മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നതും അതിലൂടെയാണ്. ഓക്കെ, ശരി, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം, മിസ് യു. അപ്പൊ ആ കുട്ടികൾ ഏതെങ്കിലും ക്ലാസ്സിൽ കയറുവാണെങ്കിൽ എന്റെ ഒരു അന്വേഷണം പറഞ്ഞേക്കെ. ഓക്കെ മാം, താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. ബൈ, മിസ് യു. ബൈ മാം, ബൈ.